കണ്ടോ, വയലിൽ അധ്വാനിക്കുന്നു, പറമ്പിൽ അധ്വാനിക്കുന്നു, അടുക്കളയിൽ അധ്വാനിക്കുന്നു, വണ്ടി ഓടിക്കുന്നു, എല്ലാം വേലക്കാരെ. ഇതിൽ ആരാ ശ്രേഷ്ഠര്? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് പറയുവാൻ ശ്രേഷ്ഠതയൊന്നുമില്ല. എന്നാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അവനെ അറിയാത്ത കാലങ്ങളിൽ ഞങ്ങളെ പേര് ചൊല്ലി, ഓമന പേര് ചൊല്ലി വിളിച്ച് മക്കളും അവകാശികളും ആക്കി തീർത്ത അവന്റെ സ്നേഹം ഞങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞ അന്യഭാഷയെ കുറിച്ച് പറഞ്ഞു. അന്യഭാഷയെ കുറിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് അത് ഞാൻ കർത്താവ് പറഞ്ഞുകൊണ്ട് അങ്ങ് പറയാണ്. ഉൽപ്പത്തി 11-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ അറിയാതിരിപ്പാൻ, തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കാര്യം ദൈവത്തെ തോൽപ്പിച്ച് നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം വന്നപ്പോൾ ജനം എന്തോടുത്തു? ആകാശത്തോളം വലിയൊരു പട്ടണം, വലിയൊരു ഗോപുരം പണിയായിട്ട് ബാബേൽ ഗോപുരത്തിന് വേണ്ടി ഇവർ ആലോചന കൂട്ടിയപ്പോ കർത്താവ് പറഞ്ഞു, ഇവരെ നമ്മൾ ചിഹ്നിപ്പിച്ചില്ല, ചെതറിപ്പിച്ചില്ല, ഇവരെ ദൈവത്തോട് മത്സരിക്കുന്നവരാ. അതുകൊണ്ട് നമുക്ക് ഇവരുടെ ഭാഷയെ കലക്കിക്കളയാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ജനത്തിന്റെ ഭാഷയെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ദൈവം ഉണ്ടാക്കി വെച്ച് പിന്നെ അവര് തമ്മിൽ ഒന്നിച്ചു കൂടിയിരിക്കുമ്പം പറയാൻ ഒരു ഭാഷ കൊടുത്തു. അതാ അന്യഭാഷ. പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലെ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞു. ഇന്ന് ഞാനൊന്ന് പറയട്ടെ, വാളറയുടെ പ്രദേശത്ത് 3 ദിവസത്തെ മീറ്റിംഗ് ഞങ്ങളെല്ലാം കൂടെ പോയി, ഒരു ഡെലിവറൻസ് മീറ്റിംഗ്, 8 ദേവദാസന്മാരുമായിട്ട് ഞാനൊരു വണ്ടിയിൽ അവിടെ പോയി. സാധുവായ ഒരു ദേവദാസന്റെ സഭയിൽ വലിയൊരു വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പോയി. ഞാൻ അവിടെ എന്റെ ചെവിക്ക് കേട്ട ഒരു ദൈവദാസൻ അന്യഭാഷ പറയുമ്പോൾ അടുത്ത് നിന്ന് മറ്റൊരു ദൈവദാസൻ അതിനെ വ്യാഖ്യാനിച്ചു പറയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ദൈവത്തെ കൂടാതുള്ള ഭാഷ പറയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം തന്ന ഭാഷയാണെങ്കിൽ ഒരാൾ പറയുമ്പോൾ മറ്റേ ആള് വ്യാഖ്യാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് അന്യഭാഷയുടെ ഗുണം. അത് ദൈവമക്കൾ കൂടുന്നിടത്ത് അത് ദൈവമക്കൾക്ക് പറയാനായിട്ട് ദൈവം കൊടുത്തതാണ്. അത് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. കർത്താവിന്റെ വരവോളം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലാക്കുന്നത് ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. ഇത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് പ്രാപിക്കുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ സമുദായ വിശ്വാസത്തെ എപ്പോഴും എന്താ പറയുന്ന, അതിനെ അധിക്ഷേപിച്ചും അല്ലാതെയും വിമർശിച്ചും അല്ലാതെയും പ്രസംഗിക്കുമെന്നുള്ള എന്റെ നേരെയുള്ള ഒരു ആരോപണം. പക്ഷെ അതിന് ശരിയാ കേട്ടോ. എനിക്കത് ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കാര്യം എന്താണെന്നറിയോ? നമ്മുടെ പള്ളികളിലൊക്കെ പോയി അവരിങ്ങനെ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഒരു ഹോൾസെയിൽ ഇടപെട. എല്ലാവർക്കും കൂടെ ഹോൾസെയിലായിട്ട് ഒരൊറ്റ സമാധാനം കൊടുക്കും. ഇതിൽ ഒരെണ്ണത്തിനും പറയുന്നവനും ഇല്ല, കേൾക്കുന്നവനും സമാധാനം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ഓരോരുത്തൻ പ്രാപിച്ചെടുക്കുന്ന സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. കാര്യം അറിയാതെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിയതിന്റെ ഫലം ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചു വരാം. ഞാൻ സാക്ഷിയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നിടത്തൊക്കെ പ്രേരിപ്പിക്കുന്നത് പോലെ പറയാം. എങ്കിൽ ഈ ഹോൾസെയിൽ ഏർപ്പാടിൽ വലിയ നഷ്ടം വന്നവരാ ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ നഷ്ടം വന്നതുകൊണ്ട്, നഷ്ടത്തിന്റെ വേദന കൊണ്ട് പലപ്പോഴും അതിനെയൊക്കെ എതിർത്ത്. കാര്യം ജനം സത്യം അറിയണം, ജനം സത്യം ഗ്രഹിക്കണം. ഇതിന് പറയുന്നത് എന്താണെന്നറിയാവോ? സത്യ വേദപുസ്തകമെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സത്യവേദപുസ്തകം എന്ന് പറയുമ്പോൾ ഈ സത്യം, വചനത്തിന്റെ സത്യം ഗ്രഹിക്കുന്നവരായിരിക്കും. അത് ഗ്രഹിക്കാത്തത് കൊണ്ടാ പലതും ഇങ്ങനെ ഹോൾസെയിലിൽ കൊടുക്കേണ്ടി വരുന്നത്. ഒരു മനുഷ്യനും നമുക്ക് തരാനൊക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രദേശത്ത് വന്ന് നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എനിക്ക് ഒരുക്കിയ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, മനോഹരമായ രാത്രികാലത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഇവിടെ കൂടിയിരിക്കുമ്പോൾ കർത്താവേ, ഇന്ന് അവിടുത്തെ ശബ്ദം കേൾക്കും
കേൾക്കുന്നവരായിട്ട് കർത്താവെ, അവിടുത്തെ ശബ്ദത്തിന് കാത് കൊടുക്കുന്നവരായിട്ട് കർത്താവെ, അതിന് ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നവരായിട്ട് കർത്താവെ ആക്കി ഞങ്ങളെ തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അതിന് വിപരീതമായി ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ശക്തിയെയും ദേശാധിപതി ശക്തിയെയും അതിന്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന ജനത്തെ കർത്താവെ ലുദിയയുടെ ഹൃദയത്തെ തുറന്നതുപോലെ ഈ രാത്രി തുറന്നു കൊടുത്ത് അങ്ങയുടെ വചനം, അങ്ങയുടെ ശബ്ദം കേട്ട് കർത്താവെ അങ്ങയുടെ ആജ്ഞ അനുസരിക്കുന്നവരാക്കി ഇവരെ തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ വരവ് താമസമാണെങ്കിൽ അനേകായിരങ്ങൾ വാസ്തവമായും ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുന്ന നാളുകളാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഓ, ദേശത്തെ ഞങ്ങൾ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് ദേശത്ത് നിന്ന് ജനങ്ങളെ വിടാതെ ബന്ധിച്ചു വെച്ച ദുഷ്ട പിശാചെ, നിനക്കവരുടെ മേൽ അധികാരമില്ല, നിനക്കവരുടെ മേൽ അധികാരമില്ല. പിശാചെ, നീ കേൾക്ക്, ഈ രാത്രി കേൾക്ക്. ഈ ജനം ദൈവത്തിന്റെ ജനം, ഈ ജനം ദൈവത്തിന്റെ ജനം. അവർ ദൈവത്തിനുള്ളവർ, അവർ നിത്യതയ്ക്കുള്ളവർ. നിനക്കവരെ ബന്ധിക്കുവാൻ കഴിയുകയില്ല. അവരെ വിട്ടുവയ്ക്കും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ഓ, ദേശത്ത് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. വചനം അവരുടെ ഹൃദയങ്ങളിൽ കടന്നു ചെല്ലട്ടെ. അവരുടെ കാതുകളെ മന്ദമാക്കുന്ന, ഹൃദയത്തെ തടിപ്പിച്ചു വെച്ചിരിക്കുന്ന ദുഷ്ടപോരുകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുകയാണ്. ഞങ്ങൾ സ്വാതന്ത്ര്യം ഈ ദേശത്ത് പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ നാമത്തിൽ അനേകായിരങ്ങൾ അവകാശം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗ്ഗം അനുവദിക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ഇന്ന് കേൾക്കുന്നവർ, അങ്ങയുടെ ശബ്ദം കേൾക്കുന്നവർ, വചനത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ, അങ്ങയുടെ ആജ്ഞ കേൾക്കുന്നവർ, അത് അനുസരിക്കുന്നവരായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണം. ഓ കർത്താവേ, വരുന്ന ദിവസത്തെ സ്നാനത്തിന് അനേകായിരങ്ങളെ നീ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, നിന്റെ വചനത്തെ കീഴ്പ്പെടുവാൻ നീ അവരെ ഇടയാക്കണം. കർത്താവേ, ജനത്തെ കടങ്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൂതന്മാരെ പന്തലിന് ചുറ്റും ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. വേദിയെ ദൈവകൃപയിൽ മറയ്ക്കുന്ന കർത്താവേ, ജനത്തെ ദൈവകൃപയിൽ മറയ്ക്കുകയാണ് കർത്താവേ. രക്തത്തിൽ അവരെ കവർ ചെയ്യുന്ന കർത്താവേ, ക്രൂശിന്റെ മറവിലടിയനെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂത് തടയുന്ന, ദൂതിൽ കലർപ്പുണ്ടാക്കുന്ന ദുഷ്ടപോരുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുകയാണ്. അടിയനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാവോടുകൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിക്കനായ മോശയെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിച്ച ദൈവമേ, അടിയനെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാണ്. ക്രൂശിന്റെ മറവിൽ നിർത്തിയാട്ട് ഐശ്വര്യമായി വചനം ഘോഷിക്കാൻ കൃപയും ബലവും തരണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ദേശം ഞെട്ടണം, ദേശത്തിന്റെ ശക്തികൾ വിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദേശത്തെ യുദ്ധമാണ്, യുദ്ധം നടക്കുക, യുദ്ധം നടക്കുക, യുദ്ധം നടക്കുക. ദൈവജനത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന പൈശാചിക ശക്തികൾ തകർക്കുകയാണ്. ഇന്ന് അവന്റെ വായിലിരിക്കുന്ന ചിലതിനെ ഞങ്ങൾ മടക്കിയെടുക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ചെറുവക്കൽ ദൈവത്തിന്റെ ദേശമാണ്, ഇത് ദൈവത്തിന്റെ പട്ടണമാണ്, ഇത് ദൈവത്തിനുള്ളതാണ്. പിശാച, ഇത് നിനക്കുള്ളതല്ല, നിനക്കുള്ളതല്ല, നിനക്കുള്ളതല്ല. ഈ ദേശത്തെ ഞങ്ങൾ അവകാശമായി ചോദിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തി, രക്തത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് വിചാരിക്കും ഈ തള്ളെ കണ്ടിട്ട് ഇത്രയും വയസ്സും പ്രായമുണ്ട്, എന്നിട്ടാണ് ഇവിടെ കയറി നീ കണ്ടശോഭമൊക്കെ ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയാ, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തന്മാരാക്കിയെന്ന്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്ന് അഗ്നിയാ ഞങ്ങളുടെ ദേഹത്തേക്ക് ഇങ്ങോട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അമേരിക്കയുടെ പ്രദേശങ്ങളിൽ കടന്നു ചെന്നപ്പോഴേ ഒക്ലഹോമ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ ചെന്ന് അവിടെ സിറ്റിയിൽ അവിടെ എന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞ ഒരു അച്ഛൻ എന്നെ വിളിച്ചു. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലൊന്ന് വരണം, അത്യാവശ്യമാ, പ്രാർത്ഥിക്കണം, വന്നേ പറ്റത്തുള്ളൂ. നല്ല വിശാലമായ ഒരു സദ്യയൊക്കെ പുള്ളി ഒരുക്കി വെച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ വന്ന് ഈ മീറ്റിങ്ങിന് പ്രസംഗം ഒന്ന് കേൾക്ക്. എൻ്റെ ആൻറ്റി ഞാൻ അവിടെ കാണാൻ വരികയാണെങ്കിൽ
അവന്മാരെന്നെ കൊന്നുകളെ. പ്രൈസ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാന്ന് ഞാൻ പറഞ്ഞു. പ്രൈസല്ലോ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ഛ ഇത് ഊരിക്കളഞ്ഞേച്ചു വാ. അച്ഛൻ ഈ റൂഹോക്കാദീശ പറഞ്ഞ ഒരൊറ്റ പിശാച് പോകത്തില്ല. അച്ഛൻ ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. കുറിയലായുസനും റൂഹോക്കാദീശയും പറയുമ്പോൾ പിശാചും കൂടെ ഇരിക്കുക. അതുകൊണ്ട് അച്ഛൻ അധികാരത്തിന്റെ ശുശ്രൂഷ, ആത്മാവിന്റെ ശുശ്രൂഷ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ പ്രാപിച്ചിട്ട് പൈശാചിക നുഖങ്ങളെ ഒടിച്ച് അനേകായിരങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. ഇവിടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന മലയാള മനോരമ കുടുംബമാ, പത്രമുണ്ട്, അവർക്ക് എത്ര 93 ലക്ഷമുണ്ട്, പിന്നെ 1 കോടി കവിഞ്ഞു എന്നൊക്കെ അവർ പറയുന്നത് ഈ പത്രത്തിന്റെ ബലത്തിലല്ല പറയുന്നത്, ഇത് ഈ അഭിഷേകത്തിന്റെ ബലത്തിലാണ്. അഭിഷേകമുള്ളവൻ ഒത്തിരി ഒന്നും പറയണ്ട, വിരൽ ചൂണ്ടിയാ മതി. പിശാചിന് വിവരം അറിയാം. വിരൽ ചൂണ്ടുമ്പോ അവൻ പറയും വേണ്ട, ഞങ്ങൾ പൊക്കോളാമെന്ന് പറയും. അതാണ് അഭിഷേകത്തിന്റെ ശക്തി. അതുകൊണ്ട് ഇവിടെ നിന്നോണ്ട് ഈ ദേശമൊക്കെ അവകാശമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ആത്മാവിന്റെ ശക്തിയില്ല. നിങ്ങൾ എഴുതിയിട്ടു കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ ഈ ചെറുവക്കൽ വലിയ ഉണർവിനെ ദൈവം അയക്കാം. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. ഇപ്പൊ തന്നെ കേൾക്കുമ്പം ദേശത്തിന്റെ ശക്തികളുടെ ഏപ്പ് ഇളകി തുടങ്ങും. ഇവിടുത്തെ ജനത്തെ മുഴുവൻ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിന് തടസ്സമായിട്ട് ഞാൻ പ്രവർത്തിക്കും. ആർ തടുക്കുവെന്നതാണ്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നവൻ ആരെന്നാ കർത്താവ് ചോദിച്ചു. കർത്താവ് കാൽവറിയിൽ വന്ന് മരിച്ചത് എന്തിനാ? ചെറുവക്കൽ പ്രദേശത്തുള്ള സകല കുഞ്ഞു കുട്ടി ആബാലവൃദ്ധൻ ജനങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാ. എന്നാ പിശാച് പറയാ ഞാൻ വിടുകയില്ല. പണ്ടൊരുത്തൻ ഇങ്ങനെ പറഞ്ഞതാ. അവൻ ഒത്തിരി നാളിങ്ങനെ പറഞ്ഞു. മോശ എന്നേച്ച് പറഞ്ഞു, വിക്കി പറഞ്ഞതേ എന്നെ തമ്പുരാൻ വിട്ടിരിക്കുന്ന പണ്ട് നിന്റെ മകളെടുത്ത് വളർത്തിയതുപോലൊന്നും അല്ല, ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വടിയുമായിട്ടൊക്കെയാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജനത്തെ ഒന്ന് വിടണം എന്നൊക്കെ പറയും. ഉടനെ പറവന് ചിരി വന്ന് എന്നോട് വന്നുണ്ട്. ഈ 19 വയസ്സായപ്പം ഇവിടുന്ന് ഓടിപ്പോയി ഇപ്പം വന്നിരിക്കുക, വിടണം, അവരെ ഒന്ന് വിടണമെന്നൊക്കെ പറഞ്ഞത്. അവനത് പറവനൊരു ചിരി വന്നു. ചിരി വന്നപ്പം മോശയ്ക്ക് അരിശം വന്നു. മോശ പണ്ടേ ഒരു ചിരി മുൻകോപിയ. ഉടനെ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് നീ വടി നിലത്തിടാൻ പറഞ്ഞു. ഉടനെ വടി നിലത്തിട്ട്. ഉടനെ പറവൻ അതിലും ഒരു ചിരി. മന്ത്രവാദിയാരെ വിളിച്ചേച്ച് പറഞ്ഞു എടാ നിന്റെ എല്ലാം വടി വന്നിട്ടെന്ന് പറഞ്ഞു. ഉടനെ അവർ കൊണ്ടുവന്ന് ഒത്തിരി വടിയിട്ട്. അപ്പൊ അതുമില്ല സർപ്പ. ഉടനെ മോശയ്ക്ക് ഒരു വിഷമം. എന്താ ഉടനെ കർത്താവിന് മനസ്സിലായി മോശ വിഷമിക്കുന്നത്. ഉടനെ മോശയുടെ സർപ്പത്തോട് പറഞ്ഞു മറ്റേനെ എല്ലാം അങ്ങ് വിഴുങ്ങിയേക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഈ വായ എന്തിനാ കീറുന്നറിയോ? പണ്ട് ഞാൻ മാർത്തോമയിലായിരുന്നു വലിയ സ്റ്റൈലിൽ ഞങ്ങൾ പറയുന്നത് സ്തോത്രം എന്നൊക്കെ പറയേ. ആ സ്തോത്രം പറഞ്ഞിട്ടില്ല, പിന്നെ എന്നൊക്കെ പറയുമ്പോ വലിയ സ്റ്റൈലില്ല. വായൊന്നും വിളിക്കത്തില്ല. വായ വല്ല മുഴുക്ക പൊളിച്ച ഉടനെ ഇതിനകത്തെ ലിപ്സ്റ്റിക് എല്ലാം പോകും, ചുണ്ട തേച്ചേക്കുന്ന എല്ലാം പോകും, സാരിയൊക്കെ ഓടി. അതുകൊണ്ട് ഇങ്ങനെ ചതുര വടിവിൽ ഇരുന്നിട്ട് എന്നൊക്കെ ഞങ്ങൾ പറയും. കുറിയേലായിസോൻ 3 പ്രാവശ്യം പറയും. മുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. 3 എവിടെ ഇട്ടാ 3 അല്ലാതെ ഒരു ശകല കൂടെ പറയത്തില്ല. കാര്യം എഴുതി വെച്ചിട്ടുണ്ട് 3. അന്ന് അങ്ങനെയൊക്കെ. ഇപ്പൊ ഞങ്ങളങ്ങ് വാ വിളിക്കും സ്തോത്രം ഹല്ലേലൂയ എന്നൊക്കെ പറയും. എന്താണെന്നറിയാം? ബാക്കിയുള്ളതിനെയൊക്കെ ഞങ്ങൾ വിഴുങ്ങുക. വിഴുങ്ങണമെങ്കിൽ ഇതിനെ വിസ്താരത്തിൽ തുറക്കാനാ പറഞ്ഞത്. അതാ പറഞ്ഞത് നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കാം. ഞങ്ങൾ ബന്ധക്കോസുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് ചില മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളത് തിരുത്തി പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പറഞ്ഞു വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ എന്നെ നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ നല്ല കുത്തരി ചോറ് കൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത്. കുത്തരി ചോറ് കൊണ്ട് ഞാൻ ഇതിനെ നിറച്ചതിന്റെ വയറെങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരും. അങ്ങനെയൊന്നും തമ്പുരാൻ പറഞ്ഞില്ല. നീ വാ തുറക്കാൻ പറഞ്ഞ ദേശത്തിന്റെ ശക്തികളെ വിഴുങ്ങാൻ. അഭിഷേകം ചെയ്ത് നിന്നെ എഴുന്നേറ്റ് നിർത്തുന്ന എന്തിനാണെന്നറിയോ? നിന്റെ വായ് തുറക്കുമ്പോൾ ദേശത്തിന്റെ ശക്തികളെ വിഴുങ്ങിയിട്ട് ഒരൊറ്റ പോലും ഇല്ലാതെ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, ദേശത്തിന്റെ ശക്തികളെ ഉന്മൂലനം ചെയ്യുവാനായിട്ടാണ്. ചിലരൊക്കെ വിചാരിക്കും ഈ തള്ള എന്തിനെ കുറിച്ച് എന്തോ വിഴുങ്ങുന്ന കാര്യം പറയുന്നത്. അതൊക്കെ പഠിക്കണമെങ്കിൽ വേദപുസ്തകം പഠിക്കണം. വേദപുസ്തകം പഠിക്കണമെങ്കിൽ വചനം പഠിക്കണം. ഞങ്ങളിവിടെ ഈ പിശാച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഈ പറയുന്നത്. എപ്പോഴും പിന്നെ അവന്റെ പേര് പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ന്യൂട്രൽ അങ്ങ് പറയും. പക്ഷെ ദൈവമക്കൾക്ക് അറിയാം എന്താ പറയുന്നത്. ദേശത്തിന്റെ ശക്തി പറയാണ് ഇവനെ ഞാൻ വിടത്തില്ല. കർത്താവ് പറഞ്ഞു മോശേ നിന്നെ ഞാൻ അയക്കുന്ന എന്തിനാണെന്നറിയോ? ഒരൊറ്റ കുളമ്പ്
കഴിഞ്ഞാൽ അയ്യോ പറയാനാണ് എന്തെല്ലാം പറയാനുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ വലിയൊരു അത്ഭുതം നടന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ എൻ്റെ ഭർത്താവ് വിചാരിച്ച ആ പോട്ടെ, ഒന്നും അല്ലെങ്കിൽ ഇവള് വേദപുസ്തകം കുറെ നാളായിട്ട് വേറെ എങ്ങാണ്ടൂടൊക്കെ മലയിലും കാട്ടിലും ഒക്കെ നടന്ന ഇവള് ഗുണപ്പെട്ട് വേദപുസ്തകം എടുത്തല്ലോ, ഇവള് പോട്ടെ ഒന്ന് മുങ്ങി. അതും അവിടെ വീടിന്റെ മുമ്പിലുള്ള ആറ്റിൽ അവള് കൊച്ചിലേ മുങ്ങിയിട്ടുള്ളത് അതുപോലെ ഒന്ന് മുങ്ങിയതാണ്. പോട്ടെങ്കിൽ ക്ഷമിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോ എൻ്റെ ഇളയ മകനുണ്ട്, ഒരു മാർത്തോമാക്കാരൻ, ജീവനുണ്ടെ പുറത്തു വരത്തില്ല. എന്തെങ്കിലും പറഞ്ഞാണ് ദൈവമകൾ ആരാധിക്കുന്നിടത്തെങ്ങനെ അറിയാതെ വിളിച്ചോണ്ട് പുള്ളി എംകോമിന് പഠിക്കുക, ചെവിക്കകത്ത് വിരൽ വിട്ടുകൊണ്ട് ഇറങ്ങി ഓടും. ആ പുള്ളിയെ തമ്പുരാൻ ഒരു രാത്രി അഭിഷേകം കൊണ്ട് അങ്ങ് നിറച്ചു കഴിഞ്ഞപ്പോ ഒരു പുള്ളി ഒരു 1.5-2 മണിക്കൂർ റബ്ബർ പന്ത് പോലെ നിന്ന് ആരാധിച്ച് പുള്ളി എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, കുഞ്ഞാൻ നിന്റെ അപ്പൻ തന്നെ അവിടെ നിന്ന് ഇറക്കി വിടും, അപ്പൻ എന്നെ കൊന്നാലും വേണ്ടില്ല, എനിക്ക് സ്നാനപ്പെടണം. ഈ കൊച്ചി ഇറക്കാൻ സ്നാനപ്പെട്ടപ്പോ പുള്ളിക്ക് അങ്ങ് സങ്കടമായി പോയി. സങ്കടം എന്ന് വെച്ചാ കൂട്ടത്തിൽ നിന്നൊന്ന് പോയല്ലോ എന്നുള്ള സങ്കടം. പുള്ളി വിചാരിച്ച് ഈ തള്ളയല്ലേ അവള് ചോറ് കൊടുക്കുന്നതിന്റെ കൂട്ട് എന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ കൊച്ചിനെ മുക്കിയതാ. പുള്ളിക്കത് ഫീലിംഗ് ആയിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്നും മിണ്ടാൻ പോയില്ല, കാര്യം ഇത് പറഞ്ഞാലൊന്നും ഇത് ബുദ്ധി ഉപദേശം കൊണ്ട് മനസ്സിലാവുന്ന കാര്യമല്ല കേട്ടോ. ഇവിടം കൊണ്ട് വല്ലവരും ഇത് ഗ്രഹിക്കാമെന്ന് വിചാരിച്ചാൽ ഇത് ഗ്രഹിക്കുന്ന കാര്യമല്ല. അവിടെ ഞാൻ മിണ്ടാതിരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, കർത്താവേ നീ എല്ലാം അറിയുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ഗ്രഹിപ്പിച്ചൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞ്, 2 കൊല്ലം കഴിഞ്ഞ്, 3 കൊല്ലം കഴിഞ്ഞ്, 4 കൊല്ലം കഴിഞ്ഞ്, കഴിഞ്ഞ ദിവസം ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഈ കർത്താൻദാസനായാലും അവിടെ ഒരു കാസറ്റ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഞാൻ അതേലൊരു കാസറ്റ് കൊണ്ടുവന്ന് അവിടെ വീട്ടിൽ വെച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പുള്ളി ആ കാസറ്റ് ഇട്ട് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഞാനൊരു ദിവസം നോക്കിയപ്പോൾ എന്റെ ശബ്ദം തന്നെ കേട്ടോണ്ട് ഞാൻ നോക്കിയപ്പോൾ പുള്ളി രണ്ടാമത് ഈ കാസറ്റ് കാണുക. മിനിഞ്ഞാന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിന് സീറ്റ് കവർ എടുക്കാനായിട്ട് ഞങ്ങൾ കോട്ടയത്തിൽ പോയാണ്. ഈ കാസറ്റും എടുത്തോണ്ട് പുള്ളി തോന്നുന്നു. ഞാൻ ചോദിച്ചു, ഡാഡി ഇതും കൊണ്ട് എവിടെ പോ? എന്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു സാറിന് ഇതൊന്ന് കൊടുക്കാനാണ്. അപ്പൊ ഇവിടെ ജോൺസൺ ഡാനിയലിന്റെ കാസറ്റ് മിനിസ്ട്രി പുള്ളി തുടങ്ങിക്കഴിഞ്ഞു. മാധവമായി നിന്നിട്ടാണ് കാസറ്റ് മിനിസ്ട്രി ആയിപ്പോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഒന്നിച്ച് ചെറുവക്കൽ വരും കേട്ടോ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ നിൽക്കും. ഈ ദേശത്തോട് വിളിച്ചു പറയും കേട്ടോ. അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ ദേശത്തോട് പറയിക്കുമെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരേ വേദിയിൽ നിന്ന് നിങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഞാൻ ഇവിടെ പ്രസ്താവിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബുദ്ധി ഉപദേശം ഒന്നുമല്ല. ഞാൻ നോക്കിയപ്പോ പതിയെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ 2 പിള്ളേർ വരുന്നുണ്ട്, വീട്ടിൽ പണിയാനായിട്ട് വരുന്ന പിള്ളേർ. ആ പിള്ളേരെ തമ്പുരാൻ വിളിച്ച്, തമ്പുരാനുണ്ടല്ലോ എന്തെല്ലാം ചെയ്യുമെന്നുള്ളത് ഇതിനകത്ത് വന്നാലേ അറിയത്തുള്ളൂ. ഞങ്ങളെ പോലുള്ളവർക്ക് ദർശനം മാറി ഞങ്ങള് ചെറുവക്കലോട്ട് പോകാൻ പറയുമ്പോൾ ഞങ്ങൾ ഗൾഫിന് പോയിക്കളെ. അപ്പൊ പിന്നെ തമ്പുരാൻ കൊടുക്കും കഴുതയുടെ വാദം. കഴിഞ്ഞ കാലങ്ങളിൽ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അമേരിക്കയും ഗൾഫിനും പോയപ്പോ എന്റെ അങ്ങനെ അന്നകണ്ഠത്തിന്റെ വാദം പറഞ്ഞത്, കഴുതയുടെ വാദം പറഞ്ഞതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ വീട്ടിലെ പിള്ളേർ വന്നു വെച്ചാൽ അവർക്ക് ഭയങ്കര വിശ്വാസവും പ്രാർത്ഥനയും. 2 പേരും രക്ഷിക്കപ്പെട്ടു. ഒരുത്തൻ ഹൈന്ദവന, ഒരുത്തൻ CSI-കാരന. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഡാഡിയോട് പറഞ്ഞു, ഡാഡി ഞങ്ങൾക്ക് വേദപുസ്തകം പഠിക്കണം. എടാ നീ എന്താടാ എന്റെ കൂടെ മാർത്തോമ പള്ളിയിലോട്ട് വാ, ഞാൻ നിന്നെ പഠിപ്പിക്കാൻ. ഉടനെ ഈ പിള്ളേര് പറയാ, ഡാഡി അതിനെ ദൈവത്തിന്റെ ദാസന്മാരുണ്ട്, അവര് പഠിപ്പിച്ചാലേ ശരിയാത്തുള്ള. ഞാൻ അകത്തിരുന്ന് ഗ്ലോറി പറയാ. ഉടനെ ഇവ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്താൻ പോവാന്ന് പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു, ഡാഡി പറഞ്ഞു, ഞാൻ വരാം അവിടെ വന്ന് പ്രാർത്ഥന നടത്താൻ. അവൻ പറയാം, ഞങ്ങളുടെ വീട്ടിൽ ഒരു പൈശാചികന്റെ കുറവുണ്ട്, അപ്പൊ അതും കൂടെ ഒക്കെ തീരുമല്ലേ. ഞങ്ങളെല്ലാം പറഞ്ഞ അടി മേടിക്കും. പുള്ളി അവസാനം എന്ത് പറയുന്നു, ഇന്നലെ ഡിസംബർ 25-ാം തീയതി ഞങ്ങളുടെ വീട്ടിൽ ബൈബിൾ ക്ലാസ് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രവർത്തിക്കും, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവൃത്തി ആർക്ക് തടയാൻ കഴിയും? ആർക്ക്? എത്ര നാൾ നീ ബലം പിടിക്കും? എത്ര നാൾ നീ ബലം പിടിക്കും? നീ ബലം പിടിക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാ തമ്പുരാൻ അങ്ങ് വിട്ടേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ശൗല് വിചാരിച്ചു ആ യെരുശലേമിലുള്ള ദൈവസഭയെ മുടിപ്പിച്ചു കഴിഞ്ഞപ്പോ ഇനി ഡെമസ്കോസിലും പോയി അവന്മാരെ കൂടെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന പിന്നെ ഈ മാർഗക്കാരെ അനങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യമേ വിചാരിച്ചു ഞങ്ങൾ യഹൂദന്മാരെല്ലാം കൂടി ഇവനെ ഞങ്ങൾ ക്രൂശിച്ചുകൊണ്ട് ഇനിയും യാതൊരു പ്രശ്നവുമില്ല, സംഭവം ക്ലീൻ ആണെന്ന് പറഞ്ഞു. ഒരുത്തനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് ആയിരക്കണക്കിന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ഗമാലിയേലിന്റെ പാദപീഠം ഇരുന്ന് പഠിച്ച ഒത്തിരി യഹൂദന്മാര് വേറെയുമുണ്ട്.
പക്ഷെ മുക്കുവനായ പത്രോസിനോട് പറഞ്ഞു, പത്രോസെ നീ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞു. ഒരൊറ്റ പ്രസംഗം 3000 എണ്ണ വെള്ളത്തിൽ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ അത്യന്ത ശക്തി അങ്ങോട്ട് വന്ന് അഗ്നി നാം അവരുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞപ്പോൾ അതുവരെ പാത്തും പതുങ്ങിയിരുന്ന പത്രോസ് ഒരൊറ്റ എഴുന്നേൽപ്പ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ അത്യന്ത ശക്തി വന്നു കഴിഞ്ഞാൽ നീ ആള് മാറിയതുപോലെ ആകും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അഗ്നിയുടെ ശുശ്രൂഷയാണ്, അധികാരത്തിന്റെ ശുശ്രൂഷ, ദൈവശക്തിയുടെ നോക്കിക്കെ പ്രദർശനശാലയായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പറയുന്ന ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളൊന്നുമല്ല കേട്ടോ, ആത്മാവിന്റെ പ്രദർശനമായി ഇവിടെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോഴേ കുത്തുകൊണ്ടെന്ന്. ഞാൻ എപ്പോഴും പറയും, കുത്തുകൊണ്ട എന്ത് കൊടുക്കണം? ഗുണപ്പെടണം. ഞങ്ങളെ കുത്തി പ്രസംഗിച്ചു. നായനാര് കുത്തുന്നത് മുഴുവൻ കരുണാകരനിട്ട, കരുണാകരൻ കുത്തുന്നത് മുഴുവൻ ആന്റണിക്കിട്ട, ആന്റണി പിന്നെ നിശബ്ദമായിട്ട് കുത്തുന്നത് എല്ലാവർക്കിട്ടും കുത്തും. വിശക്ലീനായിട്ട് പുള്ളി അങ്ങനെ ഉറക്കെ ഞങ്ങളൊക്കെ പറയുന്നത് കയറി കുത്തത്തില്ല, എങ്കിലും പുള്ളിയുടെ ഒരു വാക്കിനകത്ത് 2 അർത്ഥമുണ്ട്. ഇവർക്കെല്ലാം കുത്താൻ, ഞങ്ങൾക്ക് മാത്രം കുത്താൻ പറ്റില്ല. ഞങ്ങൾ പറയുന്ന വചനം നിന്നെ കുത്തും. അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. അത് കുത്തിക്കഴിയുമ്പോൾ മനസ്സിലാക്കണം, കുത്തുകൊള്ളുന്നെങ്കിൽ വചനം കുത്തുകയാണെങ്കിൽ ഉടനെ ചോദിച്ചു, എന്ത് ചെയ്യണം സഹോദരന്മാരെ, ഞങ്ങൾ രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവീൻ. പ്രൈസ് ദി ലോർഡ്. എന്നാ ഞങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്കും കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇത് വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം നമുക്ക് തരാൻ വേണ്ടിയ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇവിടെ ഇറങ്ങി വന്നത്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല. അതിനെക്കുറിച്ച് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയാണ്, അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിക്കേ, പലരെ കൊന്നതാണിവൻ. അക്ഷരം പലരെ കൊന്നതാണ്. പലരെ നശിച്ചില്ലാതായിരിക്കുന്നത്, രോഗികളായിരിക്കുന്നത്, കടബാധ്യതയിലായിരിക്കുന്നത്, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതായിരിക്കുന്നത്, തലമുറയെ നഷ്ടപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം ഈ അക്ഷരം നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ ഭവനത്തിനും വിടുതലായിട്ട് വന്നില്ല. അത് നിന്നെ കൊന്നപ്പോൾ നിന്നെ ജീവിപ്പിക്കുന്ന ആത്മാവിനെ കുറിച്ച് ഞങ്ങളിവിടെ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, 7ാമത്തെ വാക്യം ചേർത്ത് വായിച്ചാട്ടോ. ഇന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. വചനം പറയും, പരിശുദ്ധാത്മാ പറയുന്ന പോലെ സങ്കീർത്തനത്തിൽ പറയുന്നതാണ്. 95-ാം സങ്കീർത്തനത്തിൽ പറയുന്ന വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്നെന്ന് പറഞ്ഞ ടുഡേ നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം പറഞ്ഞ് ഇരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ ഒരു പെന്തക്കോസ് കൺവെൻഷൻ അല്ല, മാറ്റമില്ലാത്ത സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. ആകാശവും ഭൂമിയും മാറിപ്പോവും, എന്നാൽ വചനത്തിന് മാറ്റമില്ല. അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ നീക്കം വരികയില്ലെന്ന് പറഞ്ഞ വചനം ഇവിടെ പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയാണ്, ആ വചനം എന്ന് പറയുന്നത് ആത്മാവിന്റെ വാളാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവന്റെ ശബ്ദം ഇന്ന് കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് എന്ന ഒരു ദിവസം നിങ്ങൾ കേൾക്കുന്നവർ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, വായിച്ചാട്ടെ, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് ഹൃദയം തുറന്നു കൊടുക്കണം. ഞാൻ എല്ലാരോടും പറയും, ഈ പെന്തക്കോസിൽ ചേരല്ലേ. കർത്താൻ ദാസം വിചാരിക്കും, എന്റെ പൊന്ന അന്നാൻറ്റി ഈ അവിടെ വെച്ചേ ബുക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇത് പറയാനാണ്. ഓ എന്റെ ദൈവമേ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിളിക്കത്തില്ലായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസിൽ ചേരുന്നതല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
കേൾക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, അവന്റെ ശബ്ദം കേൾക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ വാതില് തുറന്നു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സംസാരിക്കണം? കർത്താവേ, ഈ രാത്രി നീ എന്നോട് സംസാരിക്കണം. കർത്താവേ, ഞാൻ കേൾക്കുവാനായിട്ട് കാതോർത്തിരിക്കുമ്പോൾ നീ എന്നോട് സംസാരിക്കണം, നീ എന്നോട് സംസാരിക്കണം, നീ എന്നോട് സംസാരിക്കണം, നീ എന്നോട് സംസാരിക്കണം. ഈ രാത്രി എന്നെ വെറുതെ മടക്കി അയക്കല്ലേ കർത്താവേ. ഞാൻ സമാധാനമില്ലാതെ കടന്നു വന്നു, നീ എന്നെ സമാധാനത്തോടെ മടക്കി അയക്കണം. ഞാൻ സന്തോഷമില്ലാത്തവളായിട്ട് കടന്നു വന്നു, നീ എന്നെ സന്തോഷത്തോടെ മടക്കി അയക്കണം. സ്വസ്ഥത നഷ്ടപ്പെട്ടവരായിട്ട് ഞങ്ങൾ കടന്നു വന്നു, ഈ രാത്രി സ്വസ്ഥതയോടുകൂടെ മടക്കി അയക്കണം. എന്റെ ഹൃദയത്തോട് നീ ഇടപെടണം. നിന്റെ ശബ്ദത്തിനായിട്ട് ഞാൻ കാതോർക്കുന്നു. എന്റെ ഹൃദയത്തെ ഞാൻ തുറന്നു തരികയാണ്. മുൻവിധികളെല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചനം പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മരുഭൂമിയിൽ വെച്ച് മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാർക്ക് പറ്റിയ ഒരു പരാജയം നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇന്ന് ദേശത്തോട് ദൂത് വിളിച്ചു പറയാണ്. പിതാക്കന്മാർ അവന്റെ ശബ്ദം തിരിച്ചറിയാഞ്ഞതുകൊണ്ട് അവരുടെ വാഗ്ദത്തത്തിൽ പ്രവേശിക്കാൻ കഴിയാഞ്ഞതുപോലെ നിനക്കൊരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് നിന്റെ ഹൃദയത്തെ കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വായിച്ചാട്ടെ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. പിന്നെ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്ത് ചെയ്യുന്നു? ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ മറിക്കാതെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 39 വായിക്കാം. വേഗം വായിക്കും. ഇവിടെ വലിയൊരു വിടുതലിന്റെ ശുശ്രൂഷ നടക്കാനുണ്ട്. വേഗം വായിച്ചു. വലിയ വിടുതൽ നടക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രോഗികൾ സൗഖ്യമാക്കാൻ. നമ്മുടെ പിതാക്കന്മാർ, യെസ്, നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ. എന്തുകൊണ്ടാണ് അവർക്ക് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടായതെന്നൊന്ന് മനസ്സിലാക്കി. കീഴ്പ്പെടാനുള്ള മനസ്സില്ല. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് കീഴ്പ്പെടാൻ കഴിയാതെ വരുമ്പോൾ, ദൈവത്തിന് കീഴ്പ്പെടാൻ കഴിയാതെ നോക്ക്. നമ്മുടെ പിതാക്കന്മാർ അന്ന് എന്ത് ചെയ്താണ്? അവന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ ഹൃദയം കൊണ്ട് യെസ് അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം. ആരും ശബ്ദം ഉണ്ടാക്കാത്ത കുട്ടികളൊന്നും ശബ്ദം ഉണ്ടാക്കരുത്. കാര്യം ഇതിന്റെ എൻഡിൽ വലിയൊരു വിടുതൽ നടക്കാൻ പോവാ. ഞാൻ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ട് വരിക. പ്രൈസ് ദി ലോർഡ്. നോക്ക, പിതാക്കന്മാര് ഹൃദയം കൊണ്ട് അവര് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ എന്തോടുത്തു? അവരുടെ ശരീരമെല്ലാം അവിടെയുണ്ട്, പക്ഷെ മനസ്സ് എവിടോട്ട് തിരിഞ്ഞു? മനസ്സ് മിസ്രയീമിലേക്ക് തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് അവരെ വിടുവിച്ച് കൊണ്ട് മോശയെ അയച്ച് അവരെ ദൈവത്തിന്റെ ഭുജബലം കാണിച്ച് അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് വന്നെങ്കിലും അവര് ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കാതെ, അവരെ വിടുവിച്ച ദൈവത്തെ വിശ്വസിക്കാതെ അവര് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന് കീഴ്പ്പെടാൻ കഴിയാതെ ഇന്നും എന്ത് ചെയ്യുന്നു? മിസ്രയീമ്യ ശക്തിക്ക്, ഫറവോന്റെ ശക്തിക്ക് കീഴ്പ്പെട്ട ഹൃദയം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ ഹൃദയത്തെയാണ് പറഞ്ഞ് അവിശ്വാസമുള്ള
ദുഷ്ടഹൃദയം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഹൃദയം ഇന്നും ശരിയായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹൃദയം കൊണ്ടവർ മിസ്രയീമിലേക്ക് തിരിഞ്ഞു. പിന്നെ അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന മോശെ ഞങ്ങൾ ഇപ്പൊ കാണുന്നില്ല. അവൻ എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവം നോക്ക്, അവരുടെ കണ്ണിന്റെ മുൻപിൽ 10 അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടത്തി. അവരെ ചെങ്കടൽ വിഭജിച്ച് ചെരുപ്പ് നനയാതെ ഇക്കരെ കൊണ്ടുവന്ന് കഴിഞ്ഞ് മോശ, അഭിഷിക്തനായ മോശയെ കാണഞ്ഞപ്പോ പറയാ, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ നീ ഉണ്ടാക്കി തരിക. ഇപ്പൊ മുമ്പിൽ എന്തേലും നടന്നാ മതി. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവം ആരാന്ന് അറിയുകേ വേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവം ആരാണെന്ന് അറിയുവാൻ, അന്വേഷിക്കുവാൻ എന്ത് ചെയ്യണം? മനസ്സ് വെക്കണം. പ്രൈസ് ദി ലോർഡ്. അന്ന് മനസ്സാ നമ്മളെ നോക്ക്. മനസ്സുകൊണ്ടാണ് നമ്മൾ തെറ്റിപ്പോയത്. മനസ്സ് കീഴ്പ്പെടാൻ മനസ്സില്ലാഞ്ഞത് കൊണ്ട് ഹൃദയം വേറെ ഡയറക്ഷനിൽ തിരിഞ്ഞു. അതുകൊണ്ട് ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതൊന്ന് ഗ്രഹിക്കുവാനായിട്ട്, വചനത്തിന് കീഴ്പ്പെടാനായിട്ട് മനസ്സ് വെക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സ് വെക്കണം. മനസ്സ് വെച്ചനുസരിക്കണം. കേട്ടനുസരിക്കണമെങ്കിൽ മനസ്സ് അവിടെ വെക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു. തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞു. ദൈവവും പിന്തിരിഞ്ഞു. മനസ്സിലാക്കിക്കണം. ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ ദുരന്തങ്ങൾ വന്നു? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു? എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? ക്രിസ്ത്യാനികളുടെ ഒരു സ്ഥിരമായ ഫ്രൈസാണ്, എന്തോ വന്നാലും എന്തോ പറയും, ദൈവേഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ സദാസമയവും നമ്മൾ ദൈവത്തെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി അവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, പിതാക്കന്മാര് ചെയ്തതുപോലെ അനുസരിക്കാൻ മനസ്സില്ലാതെ ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് തിരിയാതെ ഇന്ന് ഈ ശബ്ദം ഒന്ന് ഏറ്റെടുത്തിട്ട് സ്വന്തം പരാജയങ്ങളെ അപഗ്രഥിക്കാൻ നമുക്ക് കഴിയും. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഭാഗമുണ്ട്. 1 ശമൂവേൽ 4 നിങ്ങൾ വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. ഫെലിസ്ത്യരുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ കടന്നുപോയടത്ത് നോക്ക, ശമൂവേലിന് ദൈവത്തിന്റെ വചനം ഉണ്ടായി, വചനം കിട്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞ് ദൈവം ശമൂവേലിനോട് സംസാരിക്കാൻ തുടങ്ങിയെന്നറിഞ്ഞ് ഇവര് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ പോയി. ഇവര് പരാജയപ്പെട്ടു. ഏകദേശം 4000 പേര് ഇവരുടെ കൂട്ടത്തിൽ പട്ടുപോയി. അപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ മടങ്ങി വരുമ്പോൾ, പടജ്ജനം പാളയത്തിൽ വന്നപ്പോൾ ഇവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോക്കുമാറാക്കിയതെന്താ? ഒന്ന് പറയാൻ, എന്റെ ജീവിതം പരാജയമായി പോയി. 2, എന്തുകൊണ്ടാണ് ദൈവം എന്നെ പരാജയത്തിന് ഏൽപ്പിച്ചത്? ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ദൈവ കൃപയിലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് സംഭവിച്ചാലും അത് ദൈവേഷ്ടമാണ്. അപ്പന്റെ നെഞ്ചത്തൂടെ വണ്ടി കയറി പോവുക, മക്കൾക്ക് ഭ്രാന്ത് വരിക, ഓരോരുത്തർക്ക് തളർച്ച വരിക, ആരെങ്കിലും കെട്ടിത്തൂങ്ങി ചാകുക, ഇതെല്ലാം നടക്കുമ്പോ ഇതെല്ലാം ദൈവേഷ്ടം. അപ്പൊ നമ്മുടെ ദൈവം ആരാ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരാണെന്നറിയാതെ എന്തുകൊണ്ട് പരാജയം സംഭവിച്ചുവെന്ന് ഒന്ന് പുനഃപരിശോധന ചെയ്യുവാൻ നാം അന്ന് വഴികളെ ഒന്ന് നോക്കിയിട്ട്, എവിടെയാണ് എനിക്ക് പാളിച്ച പറ്റിയത്, എവിടെയാണ് എന്റെ ജീവിതത്തിൽ പരാജയം വന്നത് എന്നൊന്ന് ചിന്തിക്കാൻ തയ്യാറാകാതെ എവിടെയെങ്കിലും പഴി പറഞ്ഞിട്ട് നാം അതിൽ നിന്ന് നോക്കാം, നമ്മുടെ മനസ്സ് പിന്നെയും എങ്ങോട്ടാ തിരിയുന്നത്? ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുതിരിഞ്ഞ് മനസ്സൊരിക്കലും അനുസരിക്കുവാൻ, കീഴ്പ്പെടാൻ മനസ്സില്ലാതെ നാം മുന്നോട്ട് പോവുകയും
ഞാൻ ദേശത്തോടൊരു ദൂത് ശാന്തമായി വിളിച്ചു പറയട്ടെ. ദൈവാത്മാവ് പറയുന്നത് ഞാൻ അതുപോലെ പറയുന്നു. ദേശത്തെ ചില ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൈ ഭാരമാകാൻ പോവുക. ദേശം ഞങ്ങൾ അവകാശമായിട്ട് ചോദിച്ചെങ്കിൽ ജനത്തെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരേണ്ട ദൈവത്തിന്റെ ഉത്തരവാദിത്വം. പ്രവചനത്തിൽ പറയുന്നു, ഇങ്ങനെ പറയുന്നു, ഇവർ കൊള്ളയായും കവർച്ചയായും പോയി മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല. കർത്താവിന്റെ ദാസൻ അവിടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും വിട്ട് അവിടുത്തെ സന്തോഷമായിട്ട് അവർ കഴിഞ്ഞെടുത്തുനിന്ന് ഒറ്റയ്ക്ക് വന്ന് ഈ കൺവെൻഷന് വേണ്ടി ഇത്രയും ബന്ധപ്പെടുന്നതിന്റെ മലയാളം എന്താണെന്ന് വെച്ചാൽ, കർത്താവേ, ജനം നഷ്ടപ്പെട്ടു പോകല്ലേ, ഇവരെ മടക്കിത്തരണം, ഇവരെ മടക്കിത്തരണം, ഈ ജനത്തെ മടക്കിത്തരണം. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. വരുന്ന നാളുകളിൽ അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൈ ഭാരമായിട്ട് ഈ ദൈവം ആരാണെന്ന് അന്വേഷിക്കുവാൻ നീ മനസ്സ് വെക്കും. ദൂത് വിളിച്ചു പറയാം. അടുത്ത പ്രാവശ്യം കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ ഇവിടെ ഒരു സ്നാനം നടക്കുമ്പോൾ, കൺവെൻഷന്റെ അവസാനം നടക്കുമ്പോൾ ദേശം അത്ഭുതപ്പെടുമാറ് ആയിരങ്ങൾ 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 ദൈവത്തിലേക്ക് വരും. കാരണം ഇതൊന്നും വൃഥാവല്ല. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായി എല്ലാ ജീവിതങ്ങളെയും അവൻ ആകർഷിച്ചു കൊണ്ടിരിക്കുക. പിതാക്കന്മാർക്കൊരു പറ്റി അവര് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിട്ട് അവരുടെ ദുഷ്ടഹൃദയം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, അവര് പറയാണ്, മോശയെ കാണുന്നില്ല, പിടിച്ചു കൊണ്ട് വന്നവൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടക്കുവാൻ ഒരു ദൈവം വേണം. അതുകൊണ്ടാണ് റോമാലേഖനം, അത് മറിക്കാതെ റോമാലേഖനത്തിന്റെ 1:20 തൊട്ട് വായിച്ചു. പെട്ടെന്ന് വായിക്കണം, പെട്ടെന്ന് വായിച്ചു. അവന്റെ നിത്യശക്തിക്കും ദിവ്യത്വത്തിനുമായി. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിൽ ഓരോ പദത്തിലും ടൺ കണക്ക് ഇതിന്റെ ആഴങ്ങളും അർത്ഥങ്ങളും ഉള്ളത്. ഇവിടെ നിന്ന് പറയാനാണ് ഒരൊറ്റ വാക്ക് മതി, ഒരു രാത്രി മുഴുവൻ പറയാം. ഏൽപ്പിച്ച സമയത്തിനുള്ളിൽ മാത്രമല്ല, ഇന്ന് രാത്രി മടങ്ങിപ്പോയിട്ട് നാളെ രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. സൃഷ്ടി എങ്ങനെയാ ഉണ്ടായത്? ദൈവത്തെ ആരും കണ്ടിട്ടല്ല. പാഴും ശൂന്യവുമായ ലോകത്തിൽ അവൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എന്ത് പറഞ്ഞു? ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ആകാശത്തെ നോക്ക, ഭൂമിയെ തമ്മിൽ വേർതിരിച്ചു. സകലതും ഉണ്ടാകട്ടെ. പൂജര ജന്തുക്കൾ ഉണ്ടാകട്ടെ, പർവ്വജാതികൾ ഉണ്ടാകട്ടെ, വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ, സസ്യങ്ങൾ ഉണ്ടാകട്ടെ, വിത്തുള്ള സസ്യങ്ങൾ ഉണ്ടാകട്ടെ. നോക്ക, സമുദ്രത്തിലുള്ള ജലജന്തുക്കൾ ഉണ്ടാകട്ടെ. അവൻ കൽപ്പിക്കുകയാണ്. അദൃശ്യ നോക്ക, അവൻ ആർക്കും അവനെ കാണാനൊക്കത്തില്ല. അവന്റെ ശക്തി അവന്റെ ശബ്ദത്തിലൂടെ, അവന്റെ കൽപ്പനയിലൂടെ വ്യാപരിക്കുക. സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. സകലതും ഉണ്ടാക്കുന്നത് ചില ജീവിതങ്ങളായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ശക്തമായിട്ട് പറയുന്നു. വൈദ്യശാസ്ത്രം വിധി എഴുതി നിന്നെ മാറ്റിയതാണ്. ദൈവം ചിലതൊക്കെ നിനക്ക് സൃഷ്ടിച്ചു തരാൻ പോവാ. ചിലതൊക്കെ പുതിയതായിട്ട് സൃഷ്ടിച്ചു തരാം. നിന്റെ ഹാർട്ടിന് പ്രോബ്ലം ആണോ? ദൈവം പുതിയ ഹാർട്ട് സൃഷ്ടിക്കാൻ പോവാ. നിന്റെ കിഡ്നിക്ക് പ്രശ്നമാണോ? ദൈവം പുതിയ കിഡ്നിയെ സൃഷ്ടിക്കാൻ പോവുകയാണ്. നിന്റെ ലിവറിന് പ്രോബ്ലം ആണോ? നീ ജീവിക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിൽ പുതിയ ലിവറിനെ ദൈവം സൃഷ്ടിക്കാൻ പോകും. അവൻ ഈ രാത്രി ചിലത് കൽപ്പിക്കാൻ പോകും. അവൻ കൽപ്പിക്കുന്ന ഉണ്ടാകട്ടെ, 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 ഉണ്ടാകട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. ഈ 6ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? വേദപുസ്തകം വായിച്ചെങ്കിലല്ലേ അത് അറിയാനൊക്കത്തുള്ളൂ. സകലതയെ സൃഷ്ടിച്ചു കഴിഞ്ഞ് അവന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് സകലത്തിന്റെ മീതെയും വാഴുവാൻ അവൻ അധികാരം കൊടുത്തു. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, ആ അധികാരത്തിന്റെ ശുശ്രൂഷയുമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ദേശത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ശത്രു അപഹരിച്ച ചിലതുണ്ട്. അതിന് ദൈവം ഈ രാത്രി ഉണ്ടാക്കുവാൻ പോവുകയാണ്, ഉളവാക്കുവാൻ പോവുകയാണ്. അവൻ കൽപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ചിലത് ഉണ്ടാക്കുവാൻ പോവുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടോ അത് മടങ്ങി വരാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രി, അത്ഭുതങ്ങളുടെ രാത്രി, അത്ഭുതങ്ങളുടെ രാത്രി, അടയാളങ്ങളുടെ രാത്രി, വീര്യ പ്രവൃത്തികളുടെ രാത്രി. വൈദ്യശാസ്ത്രം തിരുത്തി എഴുതിയിട്ട് ചിലത് ഈ രാത്രി ദൈവം ഈ ദേശത്ത് ചെയ്യാൻ പോവുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നോക്ക്,
അന്ന കണ്ടത്തിൽ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ജോൺസൺ ഡാനിയൽ വിചാരിച്ചാൽ ഒരു ഈച്ച പോകത്തില്ല. പക്ഷേ ഞങ്ങളുടെ ദൈവം ചിലത് കൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവനൊരു നാക്ക് വേണം, അവനൊരു വാ വേണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ വിസ്താരത്തിൽ ഇതിന് തുറക്കുകയാണ്. അവനതിനെ നിറയ്ക്കാൻ പോവുകയാണ്. ശത്രു അപഹരിച്ചത് പലതവൻ മടക്കിക്കൊണ്ടുവരാൻ പോവുകയാണ്. കഴിഞ്ഞ കാലം എന്ത് ശത്രു നിന്റെ ജീവിതത്തിൽ നിന്ന് അപഹരിച്ചോ അത് ഈ രാത്രി എന്റെ ദൈവം കൽപ്പിക്കാൻ പോവുകയാണ്. രാത്രി നിന്റെ ഹൃദയം കഠിനമാക്കരുത്. താഴ്ത്തി കൊടുക്ക്, താഴ്ത്തി കൊടുക്ക്, ഏൽപ്പിച്ചു കൊടുക്ക്. ഈ രാത്രി ചിലർ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ഈ വേദിയിൽ നിന്ന് നീ സാക്ഷ്യം പറയാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ റോമൻസ് 2:1 തന്നെ വായിച്ചാട്ടെ. അവർക്ക് പ്രതിവാദമില്ലാതിന് തന്നെ അവർ ദൈവത്തെ സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് വെളിപ്പെട്ട് വരുന്നു. ദൈവം കൽപ്പിക്കുമ്പോൾ ചിലത് സംഭവിക്കുമ്പോൾ നിന്റെ മുൻപിൽ അത് വെളിപ്പെട്ട് വരാൻ പോവുക. ദേശത്ത് ചിലത് വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് ചിലത് വെളിപ്പെടാൻ പോവുക. കാര്യം തർക്കിക്കാൻ പറ്റത്തില്ല. സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുന്നിലിരുന്ന് മുടന്തനായ മനുഷ്യനോട് പത്രോസും യോഹന്നാനും ഒന്നുമില്ല അവർക്ക് പറയുവാൻ കേട്ടോ. ഡിഗ്രി ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ദൈവാത്മാവിൽ ദൂത് വിളിച്ച് പറയട്ടെ, നാളെ നിങ്ങൾ ഇവിടുന്ന് പാസ്സായി നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിറങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് അല്ല, ദൈവത്തിന്റെ അത്യന്ത ശക്തി പ്രാപിക്കാൻ നോക്ക്. അത്യകാല ശുശ്രൂഷയ്ക്ക് ചിലത് ദൈവം ഒരുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. യങ് ടൈം മിനിസ്ട്രിക്ക് ഈ 51 പേരിൽ ചിലത് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവദാസന്മാരെ ഏൽപ്പിച്ചു കൊടുക്ക. ദൈവം നോക്ക് കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ബുദ്ധിക്ക് അതിന് വെളിപ്പെട്ട് വരണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി ചില ജീവിതങ്ങളിൽ പ്രവർത്തിച്ചേ മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. അവനോട് പറഞ്ഞു, കുഞ്ഞേ, കഴിഞ്ഞ കാലമെല്ലാം ഇവിടെ ഇരുന്ന് വല്ലോന്താന്ന് പറഞ്ഞ് നീയിരുന്നു. ഇന്ന് നീ ഞങ്ങളുടെ മുഖത്തേക്ക് എന്തിനാ നോക്കുന്നത്? വല്ലോം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? ലോകപ്രകാരം വല്ലോം തരുവാൻ ഞങ്ങളുടെ കയ്യിലില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ഒന്നുണ്ട്. അവൻ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. എന്നാൽ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ചപ്പോൾ പത്രോസിന്റെ മേലും യോഹന്നാന്റെ മേലും ഉണ്ടായിരുന്ന അത്യന്ത ശക്തി ആ മുടന്തന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറുകയാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ, ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കട്ടെ, രോഗമുള്ള ശരീരത്തിൽ വ്യാപരിക്കട്ടെ, രോഗമുള്ള ഭാഗത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കട്ടെ. രോഗികളായി കടന്നു വന്നവർ, ബന്ധിക്കപ്പെട്ട് വന്നവർ വിടുതൽ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, എല്ലാ നാമത്തിനും മേലായ നാമം വെള്ളി പൊന്നു ഞങ്ങൾക്കല്ല എന്ന നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. രോഗത്തിന്റെ ആത്മാവേ അഴിഞ്ഞു മാറൂ. അവിശ്വാസത്തിന്റെ ആത്മാവേ വിട്ടുപോ. ഹൃദയകഠിനമാക്കുന്ന ദുഷ്ടപ്രാണികൾ അഴിഞ്ഞു മാറട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവദിനം ആരാധിക്കുക. ചില രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. ദൈവത്തിന്റെ ശക്തി ആ ജീവിതങ്ങളിൽ വ്യാപരിക്കാൻ പോവുകയാണ്. ജനം ആരാധിക്കുക. വിടുതൽ ഏറ്റെടുക്കുക. ദൈവശക്തി വ്യാപരിക്കുകയാണ്. ദൈവശക്തി വ്യാപരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ വലിയ കുടുംബത്തിലെ അച്ചായന്മാരോട് പറയാണെങ്കിൽ അവർ പറയും, പോകണേ വേറെ പണികളെന്ന് നോക്ക്. പത്രോസും യോഹന്നാൻ വല്ല വിദ്യാഭ്യാസമുള്ള വിവരമുള്ള വല്ലവരോടും പറയുകയാണെങ്കിൽ അവർ പറയും, എൻ്റെ പത്രോച്ച, നിന്റെ ദ്വയത്തൊക്കെ ഇപ്പോഴും ആ മീൻ്റെ മണമുണ്ടല്ലോടാ. നിന്റെ കർത്താവ് അങ്ങ് പോയല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടെ കിടന്ന് ചാടില്ലേ? പക്ഷേ അമ്മയുടെ ഉദരം മുതലേ കെട്ടപ്പെട്ടവനറിയാം. ആശയറ്റവനായിട്ട് ആ ദേവാലയത്തിന് മുന്നിൽ ഇരിക്കുന്നവന് പേരൊക്കെ നല്ല സുന്ദരമെന്ന ദേവാലയം, പക്ഷെ മുന്നിൽ വന്നിരിക്കുന്നവന് കെട്ടപ്പെട്ടവനാണ്. അവനറിയാം കഴിഞ്ഞ കാലങ്ങളിൽ
ആർക്കും സഹായിക്കാൻ കഴിഞ്ഞില്ല. പത്രോസ് കരങ്ങൾ നീട്ടി അവനെ പിടിച്ചപ്പോൾ പത്രോസിന്റെ ശരീരത്തിൽ നിന്ന് ദൈവത്തിന്റെ അത്യന്ത ശക്തി അവന്റെ തളർന്ന കുഴഞ്ഞ മുഴുവൻ കാലുകളിലേക്ക് നാരിയാണിയിലേക്ക് വ്യാപരിച്ചപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റെന്ന് അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അവന് വിശ്വസിക്കാൻ മനസ്സുണ്ടായിരുന്നു കേട്ടോ. അവൻ വിശ്വസിച്ചു. അവന്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വന്നു. നീ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചിലത് വെളിപ്പെട്ട് വരാൻ പോകും. നിന്റെ ജീവിതത്തിൽ ചിലത് വെളിപ്പെട്ട് വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഹൃദയത്തെ കഠിനമാക്കി. എന്നാൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വന്നില്ലെങ്കിൽ ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്ക. Praise the Lord. എന്താ പറയുന്നറിയാവോ? നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. നിനക്ക് പകരമായി കാൽവറിയിൽ മരിച്ചവൻ മറ്റാർക്കും കഴിയുകയില്ല. ഇന്നൊരു സദ്വർത്തമാനം കേട്ടവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാർ കേട്ടിട്ട് അവർക്കത് പ്രയോജനമായിട്ട് വന്നില്ല. ഈ ഭാഗം മറിക്കാതെ തന്നെ എടുത്തായിട്ട് എബ്രായ ലേഖനം 4:1 തൊട്ട് താഴോട്ട് വായിച്ചാട്ടെ. പെട്ടെന്ന് വായിച്ചേ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. വാഗ്ദത്തം ശേഷിച്ചിരിക്കെ ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. There is a promise. ഒരു പ്രോമിസ് ഉണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം കിടക്കുന്നത് കൊണ്ട് when there is a promise ഇന്ന് എന്ന് വീണ്ടും പറയുമ്പോൾ ഒരിക്കൽ തന്നെ ദൈവം തന്റെ പ്രവൃത്തികൾ തികച്ച് തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് പറയുമ്പോൾ ഇന്ന് എന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നുവെങ്കിൽ നിനക്ക് വീണ്ടും ഒരവസരം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് എന്ന് പറയുമ്പോൾ നിനക്ക് വീണ്ടും ഒരു വാഗ്ദത്തം, ഒരവസരം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വാഗ്ദത്തം ശേഷിച്ചിരിക്കെ അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അടുത്തത് അവരെ പോലെ നാമും. അവരെ പോലെ ആരെ പോലാണെന്ന് അറിയാം മോനെ? അവിടെ നിർത്തിയേച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 7:51 വായിക്കണം. ശാഠ്യക്കാരും, അതെ കേട്ടോണേ, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ കുറിച്ചായി പറയുന്നത്. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ. എന്നോട് ഇതൊന്നും പറയണ്ട, എനിക്കിത് കേൾക്കണ്ട. ഞങ്ങളൊക്കെ ഇത് എത്ര കേട്ടതാ. നിങ്ങൾക്ക് കുറെ പേരെ കൂടെ മുക്കാനല്ലേ നിങ്ങളുടെ പരിപാടി. അതുകൊണ്ട് ഇതൊന്നും എന്നോട് പറയണ്ട. എന്റെ മക്കൾ ചത്താലും ശരി, തളർന്നാലും ശരി, പ്രാന്ത് വന്നാലും ശരി, ചെയ്തതെല്ലാം മുടിഞ്ഞ് മുണ്ടങ്കോലായാലും ശരി, ഇതൊന്നും കേൾക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ശാഠ്യക്കാര്. പ്രൈസ് ദി ലോർഡ്. പിന്നെന്താ? ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഏൽക്കാത്തവരുമായുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. വായിച്ചോട്ടെ. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുകയാണ്. എബ്രായ ലേഖനം 3:7 പറയുന്ന പരിശുദ്ധാത്മാവും അതുകൊണ്ട് പറയുന്നു ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ മരുഭൂമിയിൽ മത്സര ദിവസത്തിലെ എന്ന പോലെ നിന്റെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇന്ന് എന്ത് പരിശുദ്ധാത്മാവ്? അന്ന് പരിശുദ്ധാത്മാവിനോട് മറുത്തു നിന്നവരായിട്ട്, അന്ന് പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊന്നവരായിട്ട്, ഈർച്ചവാളിന് ഏൽപ്പിച്ചു കൊടുത്തവരായിട്ട്, അന്ന് ഏറ്റെടുക്കാതെ നിന്റെ അപ്പനപ്പൂപ്പന്മാര് അന്ന് ഹൃദയം കഠിനപ്പെടുത്തിയതുപോലെ, അവരുടെ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഏൽക്കാഞ്ഞതുപോലെ ഇന്ന് നീയും ചെയ്യരുതെന്ന് പറയുന്നതിന്റെ കാര്യം. ഇന്ന് നിനക്കൊരു പ്രോമിസ് നിന്റെ മുമ്പിലുണ്ട്. അടുത്ത വാക്യം എബ്രായ ലേഖനം 4:2 വാക്യം വായിച്ചാൽ. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകയാൽ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു സദ്വർത്തമാനം കേട്ടു. എന്താ കേട്ടത്? നമ്മളൊന്ന് തിരിഞ്ഞു ചിന്തിക്കാം. നമ്മളൊക്കെ സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുമ്പോഴേ നമ്മളൊന്ന് കേട്ടോണം. എന്ത് സദ്വർത്തമാനമാ കേട്ടത്? ഇന്നലെ എത്രയായിരുന്നു ഡേറ്റ്? എത്ര കുപ്പി കള്ളു പൊട്ടിച്ചു? എത്ര കോഴിയെ ഓടിച്ചിട്ട് പിടിച്ചു? സ്റ്റാൻഡിങ് പൊസിഷനില്, ലൈങ് പൊസിഷൻ, ഏതെല്ലാം പൊസിഷനിൽ നിന്ന് പൊരിക്കാമോ വറക്കാമോ അതും തിന്ന് 5-6 കുപ്പി കള്ളും തീർന്നപ്പം നിന്റെ സദ്വർത്തമാനം അവിടം കൊണ്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ സദ്വർത്തമാനം നീ കേട്ടത്? വചനം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-11 വേഗം വായിച്ചാൽ.
ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ആ വെളിമ്പ്രദേശത്ത് കിടന്ന സാധുക്കളായ ഒരു കൂട്ടം ആട്ടിടയന്മാരോട്, കണ്ടത്തിക്കാരോടല്ല പറഞ്ഞത് കേട്ടോ, കൃപയാൽ പറഞ്ഞ ഇവര് പത്രത്തിൽ അടിക്കത്തേ ഉള്ളൂ, പിന്നെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാ പറയാൻ അവരോട്. പ്രൈസ് ദി ലോർഡ്. വെളിമ്പ്രദേശത്ത് തങ്ങളുടെ ആടുകൾക്ക് കാവൽ കാത്തുകിടന്ന് നമുക്ക് ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒക്കെ വിട്ടിട്ട്, കുടുംബം വിട്ടിട്ട് തണുപ്പുള്ള രാത്രിയിൽ തങ്ങളുടെ ആടുകളെ വിശ്വസ്തയോടെ കാവൽ കാത്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം സാധുക്കളോട് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് പറയുകയാണ്, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തന്മാരെ ഇന്നും ദൈവം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരൊക്കെ ഇന്നും 2.5 ഗോത്രക്കാരുടെ കൂട്ട് പറയും, അയ്യോ കർത്താവേ, ഇവിടെ ഞങ്ങളുടെ പശുവിനാടും ഞങ്ങളുടെ ആടും മാടും അതിനൊത്തിരി പുല്ലും വെള്ളമുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ അങ്ങോട്ട് വിടല്ലേ, ആക്കരെ കൊണ്ടുപോണ്ട, ഞങ്ങൾ വാഗ്ദത്തെ പോലെ ഞങ്ങളുടെ പശു തിന്നോട്ടെ, ഞങ്ങൾ അങ്ങോട്ട് പോയില്ലേലും വേണ്ടല്ലോ, ഇപ്പൊ പാല് കിട്ടുമല്ലോ, മോരും കിട്ടും, തൈരും കിട്ടും, വെണ്ണയും കിട്ടും, എല്ലാം കിട്ടും, നീ ഇവിടെ നിന്നോ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്ക, ദർശനം നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ വിശ്വസ്തന്മാരെ ഇന്നും ദൈവം തിരക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു കൂട്ടം സാധുക്കള് ആ തണുപ്പുള്ള രാത്രിയിൽ തങ്ങളുടെ സകല സുഖങ്ങളും മറന്ന്, വീടിന്റെ സംരക്ഷണം മറന്ന്, വീട്ടുകാരുടെ പരിചരണം മറന്ന്, ആ തണുപ്പുള്ള രാത്രിയിൽ അവിടെ കിടന്നവരോട് ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന് പ്രസാദമായി അവരെ ചിലത് ഏൽപ്പിക്കാൻ, ജ്ഞാനികളെന്ന് പറഞ്ഞ് AC റൂമിൽ കിടന്ന് ഉറങ്ങുന്നവരോടല്ല ദൈവം പറയുന്നത്, വിശ്വസ്തന്മാര് സകലരും ഇന്നും ഉണ്ട് കേട്ടോ. നോക്ക്, കുടുംബത്തിന്റെ സംരക്ഷണം, അവരുടെ പരിചരണം മറന്ന്, സകലതും മറന്ന് ഇന്ന് തങ്ങളെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നവരെ വൻകാര്യങ്ങൾ ഈ നാളുകളിൽ ദൈവം ഏൽപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ചിലരോട് സംസാരിക്കുമ്പോൾ നോക്ക് ദൈവദാസന്മാര് ദൂത് ഏറ്റെടുത്തു കേട്ടോ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് കൊടുക്ക. ഈ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്ക് ചിലരുടെ ദൈവം കരങ്ങളിൽ ചിലത് ഏൽപ്പിക്കാൻ പോവാ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് മനുഷ്യന്റെ ശബ്ദത്തിൽ നിന്നോട് സംസാരിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിച്ചു കൊടുക്ക. ചില വിശ്വസ്തന്മാരെ ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ അടുത്ത് വന്ന് ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. ഒരു സത്വർത്തമാനം നാം കേട്ടു. എന്താണ്? ഇന്ന് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒന്ന് നിവരണമെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ പിശാച് വെച്ച നുകമൊടിച്ചു മാറ്റാതെ നിനക്ക് നിവരുവാൻ കഴിയുകയില്ല. 18 വർഷമായി ദീർഘവർഷങ്ങൾ യൗവനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. കൗമാരം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ കാലം നഷ്ടപ്പെട്ട കാലങ്ങളെ ഓർക്ക്. നീ ചോദിക്കും, ആര് ചെയ്ത പാപം? പ്രൈസ് ദി ലോർഡ്. ആര് ചെയ്ത പാപമല്ല. കർത്താവ് പറഞ്ഞു, രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ഇവളെ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഇവളെ, പ്രമാണത്തിലല്ലാതെ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ പിശാച് താണ്ഡവ നൃത്തമാടുകയാണ്. നിവരുവാൻ കഴിയാത്ത ജീവിതങ്ങളെ കടബാധ്യത കൊണ്ട്, രോഗം കൊണ്ട്, മനസ്സിന് സ്വസ്ഥതയില്ലാത്ത ജീവിതമേ, രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിനക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനിക്ക് കള്ളുകുടിച്ച് കൂത്താടാനുള്ള ദിവസമല്ല. പ്രൈസ് ദി ലോർഡ്. പാട്ടുപാടി ഇറങ്ങി പോകാനല്ല. ക്രിസ്മസ് വീടുകളുടെ വാതിക്കൽ തോറും നടന്ന് തെണ്ടാനല്ല. കർത്താവായ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്നറിയോ? നിന്നെ വീണ്ടെടുക്കാനാണ്. നിന്റെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന്, ചേറ്റിൽ നിന്ന് നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച്, നിന്നെ കരം പിടിച്ച് കയറ്റി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി നിന്റെ വായിൽ ഒരു പുതിയ പാട്ട് തരുവാൻ. സന്തോഷത്തിന്റെ പാട്ട്, സമാധാനത്തിന്റെ പാട്ട്, സ്വസ്ഥതയുടെ പാട്ട്, വിജയത്തിന്റെ പാട്ട്. ഇനി നീ പരാജയത്തിന്റെ പാട്ട് പാടണ്ട. ഇനി നീ ദുഃഖത്തിന്റെ പാട്ട് പാടണ്ട. ഇനി നീ നെടുവീർപ്പിന്റെ പാട്ട് പാടണ്ട. തമ്പുരാൻ ഇവിടെ വന്നത് നിന്റെ വായിലെ പാട്ട് മാറ്റാൻ. കഴിഞ്ഞ കാലങ്ങളിൽ ശത്രുവായ പിശാച് നിന്റെ വായിലിട്ട പാട്ടല്ല, പുതിയൊരു പാട്ട് അവൻ തരാൻ പോവുകയാണ്. എത്രപേർ ഏറ്റെടുക്കും? 2004 പുതിയ പാട്ട് ഞാൻ പാടാൻ പോവുകയാണ്. പുതിയ പാട്ട് പാടാൻ പോവുകയാണ്. വിജയത്തിന്റെ പാട്ട് പാടാൻ പോവുകയാണ്. മെറിയമും കൂടെയുള്ളവർ തപ്പെടുത്ത് നൃത്തം ചെയ്ത പോലെ പുതിയ പാട്ട് അവന്റെ വായിലൊരു പുതിയ പാട്ട്
ഒരാളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ പറയുക, എന്നോട് ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇനി ചത്താ മതിയെന്ന്. എന്തിനാ ജീവിക്കുന്നത്? ഈ പാട്ടല്ല ഞങ്ങളൊക്കെ പാടുന്നത്. ഞങ്ങളൊക്കെ പറയുന്ന അവസാന ശ്വാസം വരെ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പടക്കുതിരയെ പോലെ. ദാവീദ് പറഞ്ഞു നിന്നാണ് ഞാൻ പടക്കൂട്ടത്തിനെ പാഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ അവൻ പ്രകാശമാക്കും. എൻ്റെ അന്ധകാരത്തെ എന്നെ ജീവിതത്തിൽ അന്ധകാരമാണോ, എൻ്റെ ദൈവം അത് പ്രകാശമാക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ പ്രകാശമാക്കാൻ പോവുകയാണ്. നിന്നെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു തരും. ഇന്നെൻ്റെ ജീവിതം കരിന്തിരി എരിയാണ്. എന്താണ് കരിന്തിരി എരിയാനല്ല, അവന് എന്നെ ഒഴിക്കാൻ പോവുകയാണ്. അവന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്ന് ഞാൻ പുതിയ പാട്ട് പാടാൻ പോവുകയാണ്. അവൻ എൻ്റെ ദീപത്തെ കത്തിക്കും. പിശാച് പറഞ്ഞ് കെടുത്തിക്കളയും, കെടുത്തിക്കളയും, ഓരോന്നായിട്ട് കെടുത്തിക്കളയും. എന്റെ തമ്പുരാൻ പറയാണ് എല്ലാം ഞാൻ കത്തിക്കും, എല്ലാം ഞാൻ കത്തിക്കും. യേസ്, ഉദയ നക്ഷത്രമായ കർത്താവ് താൻ ലോകത്തിൽ വന്നത് നിന്റെ ദീപത്തെ കത്തിക്കാനാണ്, നിന്റെ ദീപത്തെ കത്തിക്കാനാണ്. ഇനി അത് കരിയന്തിരി എരിയണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ മുമ്പിൽ സമയമില്ല എങ്കിലും 5 മിനിറ്റ് ഞാൻ എടുത്ത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നറിയാമോ നിങ്ങൾക്ക്, മലയാള മനോരമ കുടുംബമെന്ന് എല്ലാവരും എന്നെ വിശേഷിപ്പിക്കും. എനിക്കത് കേൾക്കുമ്പോൾ ലജ്ജയാണ്. എന്നാൽ എന്ത് ചെയ്യാനാണ്, നിർഭാഗ്യവശാൽ അതിനകത്തൊക്കെയാണ് ഉണ്ടായിപ്പോയത്. കണ്ടെത്തൽ എന്ന് പറയുമ്പോൾ കൃപയാൽ ഇന്ന് ഞാൻ കരയ്ക്കാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പേര് കണ്ടെത്തിലാണേലും ആള് കരയ്ക്കാൻ നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറമേൽ. അവൻ എന്നെ ക്രിസ്തു എന്ന പാറമേൽ നിർത്തി നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ അതൊക്കെ ഇപ്പോഴും ചേറ്റിക്കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. വിശ്രമമില്ലാതെ രാത്രിയും പകലും ഒരുപോലെ അവന്റെ നാമത്തെ ഉയർത്തുന്നതിന്റെ കാരണം എന്താണെന്നറിയാം. എന്റെ കുടുംബത്തിൽ മാമൻ മാപ്പിളയുടെ സഹോദരനായ കൊച്ചിപ്പൻ മാപ്പിളയുടെ ഇളയ മകന്റെ ഏകമകളാണ് ഞാൻ. നിങ്ങൾക്കൊന്ന് അറിയാമോ എൻ്റെ കുടുംബത്തിൽ നടന്ന ദുരന്തങ്ങൾ? പറയാനാണെങ്കിൽ നോക്ക്, വൈക്കം മുഹമ്മദ് ബഷീറോ MT വാസുദേവൻ നായരുടെയോ ഒക്കെ കൊടുത്താൽ ഒരു സിനിമയ്ക്കുള്ള തിരക്കഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണല്ലോ, അവരുടെയിലൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ തിരക്കഥയായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശമുണ്ടായിട്ട് അതൊക്കെ സാധുക്കൾക്ക് വീതിച്ചു കൊടുത്തിട്ട് 16 ഏക്കറിനകത്ത് പള്ളി പണിത് 33 ഏക്കർ നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹൈസ്കൂളിന് വേണ്ടി ദാനധർമ്മം ചെയ്ത് പ്രൈമറി സ്കൂളുകൾ സ്ഥാപിച്ച് വീടിന്റെ മുൻവശത്തുള്ള കിഴക്കുവശത്ത് മണിമലയാറിന്റെ തീരത്ത് ആണ്ടോടാണ്ട് കൺവെൻഷൻ നടത്തി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഔദാര്യ ദാനങ്ങൾ ചെയ്ത ഒരു മനുഷ്യന്റെ അനന്തര തലമുറയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നെ തല്ലണ്ടിയവർക്ക് തല്ലാം, എന്നെ കൊല്ലണ്ടിയവർക്ക് കൊല്ലാം. കർത്താവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സൂര്യനെയും ചന്ദ്രനെയും അവൻ ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ സൂര്യനുണ്ടായി. പകൽ വെളിച്ചത്തിന് സൂര്യനെയും രാത്രി നിലാവട്ടത്തിന് ചന്ദ്രനെയും എൻ്റെ തമ്പുരാൻ കൽപ്പിച്ചപ്പോൾ ഉണ്ടായെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ് എൻ്റെ ദൈവം. വെറും നാമണലുണ്ടല്ലോ, നാമണൽ കൊണ്ട് സമുദ്രത്തിന് അതിരിടുന്നവനാ എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം ആരാ നീ രാത്രി മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തിൻ്റെയെങ്കിലും പുറകെയല്ല നീ നടക്കണ്ടേ. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതെ കളിക്കാനുള്ള അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം നിനക്ക് ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവം ആരാന്ന് നീ മനസ്സിലാക്കുക. ഈ തമ്പുരാന് സൂര്യനെയും ചന്ദ്രനെയും കൽപ്പിച്ചുണ്ടാക്കിയ തമ്പുരാന് നീ കൊടുക്കുക 1.25 ചക്രത്തിന്റെ മെഴുകുതിരി. എന്തിനാ? പ്രൈസ് ദി ലോർഡ്. പറയുമ്പം പിണക്കള. കുറെ മെഴുകുതിരി ഫാക്ടറി അടഞ്ഞു പോട്ടെ, എനിക്കെന്താ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ വെളിച്ചം വേണം. നിനക്ക് പകൽവട്ടം തരുന്ന സൂര്യനല്ല, നിലാവട്ടം തരുന്ന ചന്ദ്രനല്ല, യഹോവ നിന്റെ നിത്യപ്രകാശം, യഹോവ നിന്റെ നിത്യപ്രകാശം, യഹോവ നിന്റെ നിത്യപ്രകാശം. നിന്റെ ദുഃഖകാലമൊക്കെയും തീർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദുഃഖകാലം തീരണമെങ്കിൽ യഹോവ നിന്റെ നിത്യപ്രകാശമായിട്ട് തീരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഈ 3 ചക്രത്തിന്റെ മെഴുകുതിരി കൊടുക്കുമ്പോൾ നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, നിനക്ക് ഒരു തടം വെളിച്ചെണ്ണ കൊടുക്കുമ്പോൾ അനുഗ്രഹിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, എൻ്റെ തമ്പുരാൻ എൻ്റെ കർത്താവ് എന്തിനാ തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ തന്നത്? If anything else could save you, വേറെ എന്തിനെങ്കിലും നിന്നെ വിടുവിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തിനാ തമ്പുരാൻ ഈ സാഹചര്യം ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. കഴിയത്തില്ല, മറ്റൊന്നിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. ആ ഒരൊറ്റ പേര് മതി. അതിന്റെ പവർ നിനക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്ക്, പർവ്വതങ്ങൾ അവന്റെ മുമ്പിൽ നിന്ന് തുള്ളും.
മുട്ടാടുകളെ പോലെ അത് തുള്ളും. പ്രൈസ് ദി ലോർഡ്. സമുദ്രം അവനെ കണ്ട് ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാലനായിക്കും നക്കാപ്പിച്ചയ്ക്കും നിന്നെ അനുഗ്രഹിക്കാനിരിക്കുന്ന, നിന്നോട് കൈക്കൂലി മേടിക്കുന്ന, നിന്റെ നക്കാപ്പിച്ച മേടിച്ചിട്ട് എന്തെങ്കിലും തരുന്ന ദൈവത്തെയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നിനക്ക് വേണ്ടി ജീവൻ തന്ന ദൈവത്തെ, അവസാന തുള്ളി രക്തം വരെ തന്ന ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അവൻ അസാധ്യമായി ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ അസാധ്യമായി ഒന്നില്ല. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. അവനിന്ന് നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്തെടുക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കണം, എന്തിനാ മനുഷ്യൻ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പള്ളി പണിത് പട്ടക്കാരെ ഉണ്ടാക്കി ബിഷപ്പുമാരെ സൽക്കരിച്ചു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, പുണ്യകൃത്യങ്ങളൊക്കെ ചെയ്തതാണ്. കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭ്രാന്ത്. ചിന്തിച്ചു നോക്കണം. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭ്രാന്ത്. എൻ്റെ വീട്ടുകാർ ചോദിക്കും, നീ എന്തിനാ നാട് നീളം നടന്ന് നമ്മുടെ വീട്ടിൽ ഈ പ്രാന്തം അതും ഇതുമൊക്കെ എന്തിനാ വിളിച്ചു പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? ജീവനുള്ള ദൈവത്തെ നിങ്ങൾ ത്യജിച്ച് കളയരുത്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയരുത്. നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ദൈവത്തെ ത്യജിച്ച് കളയരുത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ എന്ന പോലെ, മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise the Lord. Praise the Lord. ഓരോരുത്തർക്കായിട്ട് ഭ്രാന്ത്. തലമുറയിൽ ഞങ്ങളുടെ കൂടെ ഓടിക്കളിച്ചവര്, എന്താ പറയുന്നത്, കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് സാറ്റ് കളിച്ചവര്, ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് കക്ക കളിച്ചവര്, ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് കുച്ചിങ്കോലും കളിച്ചവര്, ഞങ്ങളുടെ കൂടെ പാടിയവരെ, ചാടിയവരെ, ഡാൻസ് ചെയ്തവരെ, ചിരിച്ചവരെ, കളിച്ചവരൊക്കെ കണ്ണിന്റെ മുൻപിൽ മാനസിക തകർച്ച, മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ട് സുബോധമില്ലാത്തവരായിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. 1, 2, 3 കഥകൾ പറയാൻ നേരമില്ല. ഏൽപ്പിച്ച ദൂത കാര്യം ഇവിടെ ചില വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അവിടെ കൊണ്ട് അവസാനിച്ചോ? ഇല്ല. അടുത്തത് ഓരോരുത്തരായിട്ട് ശരീരം തളർന്ന് 25 വർഷം 16 വർഷം ഇങ്ങനെ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കിക്കേ, ശരീരം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് മുഖം വികൃതമായി വികലമായ ശബ്ദത്തോടുകൂടെ വീൽ ചെയറായ ജീവിതങ്ങൾ, കണ്ണുപോലും കാണാതെ സ്വന്തം മക്കളെ തപ്പി നോക്കുന്ന ജീവിതങ്ങൾ. സഹിക്കുമോ? നിങ്ങൾ സഹിക്കുമോ? പറ. ഇനി ഞങ്ങൾ ദൈവത്തിന് എന്ത് കൊടുക്കണം? പള്ളി കൊടുത്തില്ലേ? പട്ടക്കാരെ ആദരിച്ചില്ലേ? ബിഷപ്പുമാരെ സൽക്കരിച്ചില്ലേ? ദേശത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തില്ലേ? ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞു തരാൻ ആരുമുണ്ടായില്ല. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദത്തിന്, പ്രൈസ് ദി ലോർഡ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദത്തിന് കാതുകൊടുക്ക. നിന്റെ ശബ്ദത്തിന് ഹൃദയം തുറന്നു കൊടുക്ക. പറഞ്ഞു തരാൻ ആരുമുണ്ടായില്ല. ചെയ്യാവുന്ന പൂജകൾ, മന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ലോകത്തിലുള്ളതൊക്കെ ചെയ്തു. സഹോദരന്മാരൊക്കെ പൂർണ്ണസമയം മദ്യപാനികൾ. ഒരു സഹോദരൻ മദ്യപിച്ച് ലിവർ പൊട്ടി എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്ന് രക്തം ശബ്ദിച്ച് മരിച്ചു. എൻ്റെ അമ്മയുടെ കണ്ണുനീര് നിനക്കറിയോ? ഇന്ന് രാവിലെ ഞാൻ അവരെ കയറി കണ്ടിട്ടാ വന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം അവരനുഭവിച്ച വേദന. മധ്യപ്രായത്തിൽ മരിച്ചുപോയ മകന്റെ തലക്കലിരുന്ന് അവന്റെ തല ഓടിക്കൊണ്ടിരുന്ന് വാവിട്ട് കരയുന്ന ഒരു അമ്മയുടെ സങ്കടം നിങ്ങൾക്കറിയാൻ വയ്യെങ്കിൽ എനിക്കറിയാം. Praise the Lord. Praise the Lord. Praise the Lord. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് മിഥ്യാമൂർത്തികളുടെ പുറകെ ഓടി നീ കുർബാന ചെല്ലുമ്പോൾ, നീ മെഴുകുതിരി കത്തിക്കുമ്പോൾ, നീ നേർച്ച കൊടുക്കുമ്പോൾ, നീ കാഴ്ച കൊടുക്കുമ്പോൾ നിന്നെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തിന് തന്റെ ഓമന പുത്രനെ അവൻ കുരിശിൽ കിടന്ന് നിലവിളിച്ച് പറയുകയാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? അവൻ നിലവിളിച്ച് പ്രാണനെ വിട്ടെന്ന് പറയുമ്പോൾ അത് ആഘോഷിക്കുന്നതാ. പിന്നെ ക്രിസ്തുമസിന് പൊട്ടിച്ചതിൽ മുന്തിയ വിസ്കി. പ്രൈസ് ദി ലോർഡ്. എന്റെ പൊന്നു ക്രിസ്ത്യാനി, നിനക്ക് യേശു കർത്താവ് വന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ ഈ ലോകത്തിൽ ജീവിച്ചെന്നറിയാമോ? എന്തിനാ കാൽവറിയിൽ മരിച്ചെന്നറിയാമോ? നിനക്ക് എന്തെങ്കിലും അറിയാമോ? നിനക്കിപ്പോ എന്തേലും ഒന്ന് വേണം, നിന്റെ മുമ്പിൽ നടക്കാൻ. പ്രൈസ് ദി ലോർഡ്. അവർ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളഞ്ഞു. റോമാലേഖനം വായിച്ചാട്ടെ, 1:21, 22, 23 ഓടിച്ചു വായിച്ച ഞാൻ നിർത്താൻ പോവേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, ദൈവത്തെ അറിഞ്ഞിട്ടോ അവൻ ദൈവമെന്നോർത്ത് അവനെ മഹത്വീകരിക്കുകയോ പിന്നെ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, ദൈവത്തിനൊരു നന്ദി പറയാം, സ്വോത്രം പറഞ്ഞ ഇന്നത്തെ പെന്തക്കോസുകാർക്ക് പുട്ടുകുത്തുന്ന പോലെ ഒരു സ്വോത്രം പറയിപ്പിക്കുന്നത്. പെന്തക്കോസുകാരെ നീ എണ്ണിക്കോ കേട്ടോ. നീ ഇങ്ങനെ ഉടായ്പിൽ നീ പോകുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് നിനക്ക് സാക്ഷ്യമില്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ
പക്ഷെ വിടുതലില്ല. വിടുതലും ഉണ്ട് കേട്ടോ. മുണ്ട് പലതുണ്ട്. ആ മുണ്ടൂടെ ഒന്ന് മേടിയില്ലേ. പ്രൈസ് ദി ലോർഡ്. ആ മുണ്ട് വേണമെങ്കിൽ നിന്റെ വായൊന്ന് പൊളിയണം. ഇപ്പം നാട്ടുകാരൊക്കെ ഞാൻ കഷ്ടം അത് മുറുക്ക പിടിച്ചിരിക്കും. ഇപ്പൊ പെന്തക്കോസ്തുകാരുടെ ഒന്ന് ആരാധിക്കണേ ആലയത്തിൽ പോയി കഴിഞ്ഞാൽ ദേവദാസന്മാരുടെ ചങ്ക് പറയും. സ്വോത്രം പറ സ്വോത്രം പറ സ്വോത്രം പറ കൂട്ടുകുത്തി ഇറക്കുന്ന പോലെ ഇപ്പൊ സ്വോത്രം ഇറക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീയൊക്കെ ഗുണപ്പെട്ട് ദേശത്ത് ദൈവത്തിന്റെ സാക്ഷ്യം വായിച്ചില്ലേ, കണക്ക് പറയേണ്ടി വരും കേട്ടോ. ഞാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ ശക്തിയെ നിങ്ങൾ കൂടെ പ്രദർശിപ്പിക്കാനാണ് ദൈവം നിന്നെ വിളിച്ചു കയറ്റിയിരിക്കുന്നത്. ഇല്ല, മുറിയത്തെ അഴിയുന്ന പോലെ നിന്റെ ജീവിതമല്ല, മുറിയത്തെ അഴിയുന്ന പോലെ എഴിയാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് കേട്ടോ. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നീ അനുഗ്രഹത്തിന്റെ പാട്ട് പാടിയപ്പോഴാണ് നിന്റെ ജീവിതത്തെ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പാട്ടുപാടും. എന്റെ കൊട്ടയെ അനുഗ്രഹിക്കും, എന്റെ തൊട്ടിയെ അനുഗ്രഹിക്കും, എന്റെ ആടിനെ മാടിനെ എല്ലാം അനുഗ്രഹിക്കും. നീ പാടുമ്പോ അനുഗ്രഹം വരത്തില്ല, നിന്റെ കയ്യിലിരിപ്പ് വളയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ വിട്ടുകളയേണ്ടത് വിട്ടുകള. ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷിയായിട്ട് ദേശത്ത് നിൽക്കുക. നിന്നെ ഈ ദേശത്ത് ദൈവം മാനിക്കാൻ വിശ്വസ്തന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പെന്തക്കോസ് അനുഭവത്തിൽ വരണമെങ്കിൽ ഇച്ചിരിച്ച് എല്ലാം ആയിക്കോളാൻ പറഞ്ഞ് അവര് വരും. ഇച്ചിരി ഇട്ടോ സിസ്റ്ററെ. ഇപ്പം ദേവദാസന്മാര് മാല ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. എന്തിനാണെന്നറിയാമോ? ഇങ്ങോട്ട് കയറുമ്പോ ഇടിക്കാൻ, അല്ലേ വരങ്ങ് പോവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ മാലയിടിക്കാനല്ല അവരെ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവ് അവരെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നത് നിന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയിക്കാനാ കേട്ടോ. നിന്റെ താളത്തിന് തുള്ളിയില്ലെങ്കിൽ നീ ദൈവദാസനെ മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ദൈവദാസന്മാര് പ്രാർത്ഥിച്ച ദൈവസഭായോഗത്തിൽ വരുന്നത്, അവർക്ക് ദൈവത്തെ കഴിഞ്ഞ് പേടിയാ, കമ്മിറ്റിയെ പേടിയാ. പ്രൈസ് ദി ലോർഡ്. 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 ദൈവത്തെ ഭയപ്പെട്. ദൈവത്തിന്റെ കരം ഭാരമായി വരും കേട്ടോ. പലതും വിട്ടുപോകുന്ന നീ അറിയുന്നില്ല കേട്ടോ. പലതും വരുന്നത് നീ അറിയുന്നില്ല. ശിംശോന്റെ കൂട്ട് നീ കുടഞ്ഞു കളയെന്ന് വിചാരിക്കും, പക്ഷെ പലതും കുടഞ്ഞു കളയത്തില്ല. അവസാനം ടിവിക്കകത്ത് ദൈവം കൊണ്ട് കാണിക്കുമ്പോഴാ നീ ലജ്ജിക്കേണ്ടി വരും. ദൈവത്തെ കളിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തെ അഗ്നി ജ്വാലക്കത്തുള്ള കണ്ണുള്ളവന്, നിന്റെ തലയിലെ തലമുടി പോലും ഓരോന്നായി എണ്ണിയിരിക്കുന്നവൻ, സകലതും നഗ്നവും മറന്നവുമായി അവന്റെ മുന്നിൽ കിടക്കുന്നു. അവനുമായിട്ട് അത്ര കാര്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താ വിടുതലില്ലാത്ത? നീ ചോദിയില്ല, നിന്റെ ദൈവത്തോട് ചോദിയില്ല, എന്റെ ജീവിതത്തിൽ എന്താ വിടുതലില്ലാത്ത? വിടുവിക്കാൻ കഴിയാതവണ്ണം അവന്റെ കാലം കുറുകിപ്പോയോ? കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായോ? പറ 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 പറ. പ്രൈസ് ദി ലോർഡ്. 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 ഇപ്പൊ പുതിയ സുവിശേഷമാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചു എന്നുള്ള ആ സദ്വാർത്ത നീ വന്ന് മറന്നുപോയി. ഇപ്പൊ കടലാസയിൽ എഴുതി വെച്ചിരിക്കുക. പെന്തക്കോസ്തുകാർക്ക് കൈകൊട്ടാൻ പറ്റത്തില്ല. ഇപ്പൊ കൈകൊട്ടി അങ്ങനെ ആരാധിക്കുന്ന കടലാസയിൽ ഇരിക്കുക. കൈ എഴുതി വെച്ചേക്കുക. പ്രശ്നങ്ങൾ എഴുതി വെക്കണം, കൈ വെക്കണം, അല്ലെങ്കിൽ വിടുതലില്ല. അപ്പൊ നീ ഏത് ദൈവത്തെയാ സേവിക്കണേ? എനിക്ക് അറിയാൻ വയ്യ. ഞാൻ ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. 2 കാശിന് ഒരു കുരുകിലിനെ വിൽക്കുമോ? പ്രൈസ് ദി ലോർഡ്. അത് പിതാവിന് നിന്റെ നെടുവീർപ്പ് അറിയത്തില്ലേ? നിന്റെ നിലവിളി അറിയത്തില്ലേ? നിന്റെ സങ്കടം അറിയത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മോശയോട് എന്റെ തമ്പുരാൻ പറയാ, നോക്ക്, അടിമവേല നിമിത്തമുള്ള അവരുടെ നെടുവീർപ്പെന്റെ സന്നിധിയിലെത്തിയത്. തന്റെ ജനത്തിന്റെ ശബ്ദം വേണ്ട, നെടുവീർപ്പ് നെടുവീർപ്പ് നെടുവീർപ്പ്. നീ നെടുവീർപ്പിട്ട് അവിടെ ചെല്ലും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്റെ നിലവിളി അവന്റെ സന്നിധിയിലെത്തും. നിന്റെ സങ്കടം അവൻ അറിയുന്നവനാ. നീ എഴുതി വെക്കണ്ട. ഇപ്പൊ പുതിയ തിയോളജി ഇറങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും അല്ല കേട്ടോ തിയോളജി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. 1-ാം നൂറ്റാണ്ടിലെ ശുശ്രൂഷ ഏറ്റെടുത്തു. വിടുതലിലെ ശുശ്രൂഷ ഏറ്റെടുക്കും. ദൈവമല്ലോ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വരയ്ക്കണ്ട. ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസന് വീട്ടിൽ ഭയങ്കര ഭാര്യ. ആ പുറത്ത് അങ്ങോട്ട് ചെന്ന സഭയെ ഭാര, അകത്ത് ചെന്ന സഹോദരിയുടെ ഭാര. ഞാൻ ചോദിച്ചു, കർത്താവിന്റെ ദാസനെ ഇതിനെ എങ്ങനെ കിട്ടി? നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവാലോചന ചോദിച്ചാണ്. ദേവദാസൻ എന്നോട് പറയാം, കർത്താവിന്റെ ദാസനെ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ചില ഡിമാൻഡ് വെച്ചു. കണ്ടപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തു വന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് കഴിച്ചതാ. ഡിമാൻഡ് വെച്ച് എങ്ങനെ വേണം? സ്ട്രക്ചർ ശരിയായിരിക്കണം, അല്ലയോ? നല്ല കോംപ്ലക്ഷൻ ആയിരിക്കണം. പിന്നെ എനിക്ക് പണ്ടേ മുടി ഇഷ്ടമാ. പിന്നെ മൂക്ക് എങ്ങനെ ആയിരിക്കണം? ചിരിക്കുമ്പോൾ മുല്ലപൊട്ട് പോലെ വേണം. പല്ല് എല്ലാം കൊള്ളാം. എല്ലാം എഴുതി. പക്ഷെ നാക്കിന്റെ കാര്യം പറയാൻ അങ്ങ് മറന്നുപോയി. പ്രൈസ്
നാക്കിന്റെ കാര്യം പറയാം. അതുകൊണ്ട് തമ്പരാൻ ഉഗ്ര നാക്കും കൊടുത്താ വെട്ടിയിരിക്കുന്നത്. ചീറ്റുകല്ലേ, ചീറ്റുക. വീട്ടിലോട്ടും കയറണ്ട, സഭയിലും കയറണ്ട, വല്ല മരത്തിന്റെ ചോട്ടിലും ഒക്കെ ആ മൂപ്പരുടെ ഇരിപ്പിപ്പം. പ്രൈസ് ദി ലോർഡ്. നീ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്ക. തക്ക തുണയെ തരുന്നത് ദൈവമാ. ഏൽപ്പിച്ചു കൊടുക്ക, ഏൽപ്പിച്ചു കൊടുക്ക. നിനക്ക് വേണ്ടി കരുതുന്നവൻ, നിനക്ക് വേണ്ടി കരുതുന്നവൻ, നിന്നെ സ്നേഹിച്ചവൻ, അവസാന തുള്ളി രക്തം തര വന്ന് ഊറ്റി തന്ന്. നിന്റെ അമ്മയും അപ്പനും തരത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ തന്ന് പിടഞ്ഞു മരിച്ചു. കാൽവറിയിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പ്രാണനെ വിട്ടപ്പോൾ അവൻ പറഞ്ഞു, സകലതും നിവൃത്തിയായി, നിവൃത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞവൻ. പ്രൈസ് ദി ലോർഡ്. അതൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. പെന്തക്കോസുകാർ മാനസാന്തരപ്പെട്ട ദൈവസഭകൾ പൊളിച്ചു പണിയേണ്ടതായിട്ട് വരും. സാക്ഷ്യമില്ലെന്ന്, സാക്ഷ്യമില്ല. എങ്ങനാന്ന് ചോദിച്ചാൽ മുറിയട്ടെ എഴുതുന്ന പോലെ. ഞായറാഴ്ച ഒരു സാക്ഷ്യമുണ്ട്. എന്താ സാക്ഷ്യമെന്ന് കേൾക്കണോ? വണ്ടിക്കൂലിക്ക് കാശില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ വണ്ടിക്കൂലിക്ക് കാശില്ല. ഓ, അന്നേരം വണ്ടിക്കൂലിക്ക് കാശ് തന്നു. ഇങ്ങനാണോ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ? വണ്ടിക്കൂലി തന്നെ ഇവിടെ നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കാൻ, നിന്റെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കാൻ. ഓ, അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടോ, ഒരൊറ്റ ഇറക്കം. അബ്രഹാമിനോട് പറഞ്ഞു, ഇറങ്ങ അബ്രഹാമേ, പ്രൈസ് ദി ലോർഡ്. വിട്ടുകള, പിതാക്കന്മാരുടെ പിതൃഭവനം വിട്, ചാർച്ചക്കാരെ വിട്, ദേശം വിട്. എന്തിനാ ഞാൻ നിന്നെ വിളിക്കുന്നത്? അനുഗ്രഹിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നിന്നെ അനുഗ്രഹിക്കാനാണ് വിട്ടത്. വിട്ട് കളയേണ്ടതിനെ വിട്ട് കളയുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. സമൃദ്ധിയായിട്ട് നിന്നെ അനുഗ്രഹിക്കും. സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവം ഏറ്റെടുക്കാമോ? ഈ രാത്രി നിനക്ക് വിടുതല, ഈ രാത്രി നിനക്ക് വിടുതല. നീ ഇന്ന് രോഗിയാകണ്ട. കുറുന്തോട്ടിക്ക് വാദം വന്ന പോലെ പെന്തക്കോസുകാരൻ ഇരിക്കണ്ട. നീ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം. നീ കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടണം. ഏൽപ്പിച്ചു കൊടുക്ക, ഏൽപ്പിച്ചു കൊടുക്ക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ട് അവനെ ദൈവമെന്നോർത്ത മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവിടെ വന്ന് നമ്മൾ നിന്നുപോയത് നന്ദി കാണിക്കുന്നത്. എങ്ങനെ നന്ദി കാണിക്കുന്നത്? അവൻ ജീവനെ തന്നു, ഞാൻ മെഴുകുതിരി തരാം. നീ ജീവനെ തന്നു, ഞാൻ കീറി 5 രൂപ തരാം. നീ ജീവനെ തന്നു, ഞാൻ കാവ് പിടിച്ച നോട്ട് തരാം. പ്രൈസ് ദി ലോർഡ്. തൊട്ട് തരാം. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും അവന് വേണ്ട കേട്ടോ. അവൻ ജീവനെ തന്നു. നന്ദി കാണിക്കാതെ എന്ത് ചെയ്തു? പിന്നെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജ്ഞാനികൾ എന്നവർ പറഞ്ഞു, പക്ഷേ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ആദ്യമേ ജീവനുള്ള ദൈവം ആരാണെന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ അപ്പോസ്തലൻ പറഞ്ഞത്, ലുസ്രയിൽ ഇരുന്ന് അമ്മയുടെ ഉദരം മുതലേ മുടന്തനായ മനുഷ്യനോട് നോക്ക്, അവനെ നോക്കിയിട്ട് പറഞ്ഞു, അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് സൗഖ്യം വ്യാപരിക്കാത്ത? ദേവദാസന്മാര് അലറിയാലും കൂവിയാലും ഉത്തരം പൊളിച്ചാലും സഭയെ വിടുതൽ നടക്കില്ല, പുറത്ത് നടക്കുക. പുള്ളി യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് പറയും, ഞങ്ങളെത്ര കണ്ടതാ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെത്ര കണ്ടതാ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമില്ല. ലുസ്രയിലെ മനുഷ്യന്റെ നോട്ടം കണ്ടപ്പോൾ പൗലോസിന് മനസ്സിലായി, ഇവന് സൗഖ്യം പ്രാപിക്കാൻ വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ രാത്രി ദൈവം ചിലത് ചെയ്യാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ രാത്രി ദൈവം ചിലത് കൽപ്പിക്കാൻ പോവുകയാണ്. നീ ഒരു വാഗ്ദത്തം കേട്ടതാണ്. എന്താ? നിനക്ക് വേണ്ടി കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ലോകത്തിലാണ്. എത്ര പേര് പറയും, കർത്താവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. നാമധേയ ക്രിസ്ത്യാനികളാകുവാനല്ല, പ്രൈസ് ദി ലോർഡ്, ജന്മം കൊണ്ടല്ല, വിശ്വാസത്താൽ. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുപോലെ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ എത്ര പേര് പറയും, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, നീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിടുതലിനായിട്ട്, എന്നെ വീണ്ടെടുക്കാനായിട്ട്, എന്നെ അനുഗ്രഹിക്കാനായിട്ട്, എൻ്റെ ശാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ വേണ്ടി, ഞാൻ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി നീ കാൽവറിയിൽ യാഗമായി. രാത്രി നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. എത്ര പേര് പറയും, എത്ര പേര് പറയും, എത്ര പേര് പറയും? പെന്തക്കോസ്തിൽ ചേരാനല്ല, യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവരെ, ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തവർ കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇടത്ത് വശം വലതു വശം ഒന്ന് നോക്കണം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ, എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ, എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. കർത്താവേ, കഴിഞ്ഞ കാലം ഞാൻ പരാജയപ്പെട്ടു. ഒന്നിനു പുറകെ ഒന്നായി പരാജയം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. സ്വസ്ഥത നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ബിസിനസ് നഷ്ടപ്പെട്ടു, ഭൗതിക നന്മ നഷ്ടപ്പെട്ടു, ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു. കർത്താവേ, ഈ രാത്രി ഞാൻ മടങ്ങി വരികയാണ്. മുടിയനായ പുത്രനെ പോലെ അന്യപ്പെട്ടു പോയ ഞാൻ മടങ്ങി വരികയാണ്. പിതാവേ, നിന്റെ അടുത്തേക്ക് മടങ്ങി വരികയാണ്. കരങ്ങൾ ആരും എഴുന്നേറ്റ് പോകരുത്. പ്ലീസ്
എല്ലാവരും ശാന്തമായിട്ടിരുന്നാട്ട് അലക്ഷ്യമാക്കരുത്, മീറ്റിംഗ് അലക്ഷ്യമാക്കരുത് പ്ലീസ്. വിശ്വാസികളാണേലും ഇവിടുത്തെ വിശ്വാസികളാണേലും വോളണ്ടിയേഴ്സ് ആണേലും ആരാണേലും ഇരിക്കുന്നിടത്ത് എഴുന്നേക്കരുത് പ്ലീസ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തമായി പരിവർത്തിക്കുന്നത് കണ്ടുകൊണ്ടാണ് പറയുന്നത്. ചില ജീവിതങ്ങളെ തൊടാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തിയാട്ട് കർത്താവേ, യെസ് 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 കർത്താവേ, ഈ ജീവിതം ഈ രാത്രി എൻ്റെ വിടുതലിന്റെ രാത്രിയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ എൻ്റെ ജീവിതത്തിൽ വന്ന ശാപത്തിന്റെ നുഖങ്ങളെ ഒടിച്ചുകൊണ്ട്, അന്യായ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട്, നുഖത്തിന്റെ അമിക്കാരങ്ങളെ അഴിച്ചുകൊണ്ട് യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ രാജാതി രാജാവായി കർത്താവായ യേശു എൻ്റെ ഹൃദയത്തിൽ കടന്നവരാണ്. കരങ്ങൾ ഉയർത്തിയാട്ടെ. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചാണ്. റോമാലേഖനം 6-4 വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേൽക്കുന്നു. ഞാൻ ഈ രാത്രി എൻ്റെ യേശുവിനോട് ചേരുവാൻ സ്ഥാനമേൽക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ യേശുവിനോട് ചേരുവാൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് അവൻ എന്നെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി തുടങ്ങി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം. യെസ്, നിർദോഷവും നിഷ്കളങ്കമായ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത് എനിക്ക് അവനോട് ചേരണം. എനിക്കൊരു വാഗ്ദത്തം ബാക്കിയുണ്ട്. നിത്യതയ്ക്ക് എനിക്കൊരു അവകാശമുണ്ട്. ശ്രേഷ്ഠമായ ഒരു ശബത്ത് അനുഭവം എൻ്റെ മുമ്പിൽ അവൻ വെച്ചിരിക്കുകയാണ്. ആ നിത്യതയ്ക്ക് വേണ്ടി വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കടക്കുകയില്ലെന്ന് കർത്താവ് നിക്കോദിമസിനോട് പറഞ്ഞെങ്കിൽ, യെസ്, ഉയർത്തിയ കരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനോട് ചേരുവാൻ തീരുമാനമെടുത്ത കരങ്ങൾ ഇനിയുമുണ്ട്. ലജ്ജിക്കേണ്ട, നിങ്ങൾ പരസ്പരം നോക്കണ്ട. നിങ്ങൾ യേശുവിനോട് ചേരുവാൻ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഉയർത്തിയ കരങ്ങളെ മാനിക്കട്ടെ, ദേശത്തെ മാനിച്ച് അനുഗ്രഹിക്കട്ടെ. വീണ്ടും കരങ്ങൾ ഉയർത്തിയാട്ട്. തീരുമാനമെടുക്കുന്നവർ യെസ്, അവിടെ ആ കരങ്ങൾ ഉയർത്തി ആ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇനി രോഗികളായി കടന്നു വന്നു കരങ്ങൾ ഉയർത്തിയാട്ട്. ദേവദാസന്മാർ ഒന്നിച്ചും ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗികളായിട്ട് കടന്നു വന്ന കരങ്ങൾ ഉയർത്തിയാട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിടുതലോട് മടങ്ങിപ്പോകണം. സമയമില്ല, വേഗമാകട്ടെ. ലജ്ജിക്കണ്ട, ലജ്ജ കൂടാതെ കടന്നു വന്നാട്ടെ. രോഗികളായിട്ട് കടന്നു വന്നവര്, യേശുവിനെ രക്ഷിതായിട്ട് സ്വീകരിക്കാൻ തീരുമാനമെടുത്തവർ, സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ തീരുമാനമെടുത്തവർ കടന്നു വന്നാട്ടെ. ദേവദാസന്മാർ ഒന്നിച്ച് കരങ്ങൾ അവരുടെ നേരെ നീട്ടിയാട്ടെ. യെസ്, നാളെ ഇവിടെ നിന്ന് പാസ്സായി പോകുന്ന ദേവദാസന്മാർ കരങ്ങൾ നീട്ടി. എല്ലാവരും അഭിഷിക്തന്മാർ ഒന്നിച്ച് കരങ്ങൾ നീയാട്ടെ. അഭിഷേകം പ്രാവശ്യ ദൈവജനങ്ങളുടെ നേരെ കരങ്ങൾ നീയാട്ടെ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നീങ്ങിപ്പോകാൻ പോവുകയാണ്. രാത്രി വിടുതൽ ആവരിക്കാൻ പോവുകയാണ്. കടന്നു വന്നാട്ടോ. യെസ്, രണ്ടുപേരി പാട്ട് പാടിയാട്ടെ. രണ്ടുപേരി പാട്ട്.
ദാസനോട് ചേരുവാൻ അനേക പ്രിയപ്പെട്ട തീരുമാനമെടുത്ത ദൈവത്തെ സ്തുതിക്കാം. ദൈവരോഗികളെ സൗഖ്യമാക്കിയതിനാൽ സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം ശാന്തമായി നിൽക്കണം. ആരും പോലും മൂവ് ചെയ്യരുത് ദയവായിട്ട്. ദൈവം ചെയ്ത വലിയൊരു അത്ഭുതം ഇവിടെ പറയാൻ പോവുകയാണ്. ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഭയങ്കരമായ ഇടിയും ഭയങ്കരമായ മഴയും ഇവിടെ പെയ്യാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ഭയങ്കരമായ ഇടിയുടെ സൗണ്ട് ഇവിടെ കേട്ടു. മഴ ശക്തമായി ഇതിന് മുകളിൽ പെയ്യുന്നത് നമ്മൾ ശബ്ദം കേട്ടു. എന്നാൽ ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമയസ്ഥൻ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞാൻ അമേരിക്കയിൽ കടന്നു വരുന്നതിന് മുന്നേ ഇവിടെയൊക്കെ പറഞ്ഞു, ദൈവം ഒരു ശക്തിയോട് അത്ഭുതത്തിന് വേണ്ടിയാണ് ഈ ദേശത്തേക്ക് ദൈവം ഈ പ്രാവശ്യം എന്നെ അയക്കുന്നത്. ദൈവം നമ്മളെ മാനിച്ചോർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ വിചാരിക്കും എന്തോ പറ്റുമെന്ന്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു നോട്ട് ലഭിച്ചു. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരെയുള്ളതായ വേങ്ങൂർ പ്രദേശത്ത് 1.5 മണിക്കൂർ ഭയങ്കര ശക്തമായ മഴ പെയ്തപ്പോൾ, ഹല്ലേലൂയ, ഭയങ്കരമായ ശക്തമായ മഴയും ഭയങ്കരമായ പേമാരി പോലെ വലിയ ഇടിയും വലിയ മഴയും ഉണ്ടായപ്പോൾ നമ്മുടെ ചെറുവക്കൽ പന്തലിന് മുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മഴയെ തടുത്തു മാറ്റി നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഞാൻ വിടുന്നപ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ കുറെ ശക്തമായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്റെ ദൈവം കേട്ടു. എന്റെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ മറുപടി നൽകുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്തിരിക്കുക. പ്രാർത്ഥനയോടെ കടന്നു പോകാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാട്ട് ചുരുക്കമായിട്ട് കർത്താവിന്റെ ദാസന്മാർ